وبركاته. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാരും കുറച്ച് ദിവസം ഗ്യാപ്പ് ഇട്ടില്ല. എല്ലാരും പഠിച്ചു. ആറാമത്തെ ചാപ്റ്റർ വരെയുള്ളത് കംപ്ലീറ്റ് ആയോ? ഫുള്ളോ എവിടെ പഠിക്കണം കേട്ടോ. ഇൻഷാ ആറ് അല്ലാഹ്. വരെ ആറ് വരെ റിവിഷൻ കഴിഞ്ഞ് ഇനി അതുവരെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? സെന്റൻസ് ഒക്കെ ഇപ്പൊ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ? അപ്പൊ ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് ഓരോ സെന്റൻസ് അറബിയില് കുറച്ചൊക്കെ അറിയും. ബാക്കിയുള്ളവർക്കോ? ചെറുതുള്ള അറിയട്ടോ. ചെറുത് മതി, ചെറുത് പിന്നെ പിന്നെ വലുത് പഠിക്കാം. ബാക്കിയുള്ളവർക്കോ? സീനത്തിന് എങ്ങനെയുണ്ട്? ഫാത്തിമ, സുഹറ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ? ഇതുവരെ പഠിച്ചതൊക്കെ ഏകദേശമൊക്കെ ഒരു കുഴപ്പമില്ലാതെ റെഡി ആയില്ല പറ്റുന്നുണ്ട്. ഇതുവരെ ഉള്ളതൊക്കെ? ആ ആയിഷ, ശിഹാബോ? എന്തെല്ലാം കുറച്ചൊക്കെ ഇതാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഇനി സംസാരിച്ച് നോക്കട്ടെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ സെന്റൻസ് ഒക്കെ ആക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ച് നോക്കാൻ. പിന്നെ വൊക്കാബുലറി ആണെങ്കിൽ ഇങ്ങനെ വാളിലൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് ഒട്ടിച്ചേക്കാം. ഓരോ റൂമിന്റെ അപ്പൊ ഓരോ സ്ഥലത്തിന്റെ അവിടെ ഇതുവരെ പഠിച്ചത് വേർഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്ഥാനത്തിന്റെ അവിടെ ഒട്ടിച്ച് വെക്കാം, സ്റ്റിക്ക് ചെയ്ത് വെക്കാം വാളിന്റെ മേലെ. ഓക്കെ, ഇനി ഇപ്പൊ അടുത്തത് ചാപ്റ്റർ എടുക്കുന്നത് സെവൻത് ചാപ്റ്റർ അദ്ദർസു സാബിർ. സെവൻത് ചാപ്റ്റർ ആണ്. അപ്പൊ സെവൻത് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കുറച്ച് കാര്യമാണ്. അതായത് ദാലിക്ക നമ്മള് എന്ത് ചെയ്ത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ദാലിക്ക ദാലിക്ക പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതെ അതെ, ദാറ്റ് എന്നുള്ള അർത്ഥം, ദൂരെയുള്ളതിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതെന്താണ്? ഒരു പുല്ലിംഗമാണ്. അതിന്റെ സ്ത്രീലിംഗമാണ് എന്ത്? തിൽക്ക. അതായത് തിൽക്ക ദൂരെയല്ല, ഒരു മുഅന്നസായ സ്ത്രീലിംഗത്തിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് തിൽക്ക എന്ന് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ നോക്കി ഉദാഹരണം, മൻ ഹാദിഹി ഹാദിഹി ആമിനത്തു. ആരാണ് ഇത്? അപ്പൊ ഹാദിഹി എന്ന് ഉപയോഗിച്ചത് എന്തിനാണ്? അടുത്തുള്ളതിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹാദിഹി എന്ന് ഉപയോഗിച്ചത്. ആരാണ് ഇത്? അപ്പൊ ഹാദിഹി ആമിനത്തു, ഇത് ആമിനയാണ്. വമൻ തിൽക്ക, അത് ആരാണ്? അപ്പൊ ദൂരെയുള്ളതിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് ആരാന്നാണ് ചോദിക്കുന്നത്. അപ്പൊ തിൽക്ക ഫാത്തിമത്തു, അത് ഫാത്തിമയാണ്. അപ്പൊ ദൂരെയുള്ളതിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുക? ദാലിക്കയും തിൽക്കയും ഉപയോഗിക്കുക. ദാലിക്ക എന്നുള്ളത് എന്താണ്? പുല്ലിംഗമാണ്. തിൽക്ക എന്നുള്ളത് സ്ത്രീലിംഗമാണ്. സ്ത്രീലിംഗത്തിന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് തിൽക്ക എന്ന് ഉപയോഗിക്കുക. ദാലിക്ക എന്ന് ഉപയോഗിക്കുന്നത് പുല്ലിംഗത്തെ മസ്കുലിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദാലിക്ക എന്ന് ഉപയോഗിക്കുക. അപ്പൊ ദാലിക്ക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാദ ഹാദിഹി എന്ന് പറഞ്ഞത് പോലെ തന്നെ ദാലിക്ക എന്ന് എഴുതുമ്പോ ദാല് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും? പ്രൊനൗൺസിയേഷനിൽ നീട്ടാനുണ്ടാവും. പക്ഷെ എന്ത് എഴുത്? എയ്ത്തില് ആ നീട്ടൽ ഇട്ടിട്ട് എഴുതരുത്. അതായത് ദാ കഴിഞ്ഞിട്ട് ലാ ആണ് എഴുതേണ്ടത്. അല്ലാതെ ദാല് കഴിഞ്ഞിട്ട് നീട്ടാനുള്ള അലിഫ് ഇട്ടിട്ട് എഴുതരുത്. പ്രൊനൗൺസിയേഷനിൽ മാത്രമേ ഉള്ളൂ, അത് ശ്രദ്ധിക്കാം. ലാലിന്റെ മേലെ ഇടാലോ അല്ലെ? അത് ലാലിന്റെ ഇടണമെന്ന് മേലെ അത് ഇടണമെന്നില്ല. അത് ഇടണ്ട. അത് ഇടണ്ട അത് അല്ലെ? ടെക്സ്റ്റിൽ അങ്ങനെ കൊടുക്കുന്നതാണ്. അത് ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫത്തഹ തന്നെ ഓക്കെ ഇട്ടാൽ മതി. ഓക്കെ ഓക്കെ അത് ഹാദന്റേതാണെങ്കിലും ഹാദക്കയില് നിങ്ങളിൽ ടെക്സ്റ്റ് ബുക്കിൽ കാണാം, ഹാദന്റെ മേലെ ഒരു ഫത്തഹ അല്ലാതെ ഒരു വര. അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല. ഫത്തഹ മാത്രം ഇട്ടാൽ മതി. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ചില സ്ഥലത്ത് കാണാം. പിന്നെ വേറെ ടെക്സ്റ്റ് ബുക്കിലുള്ളവർ ഇത് പറയാനുണ്ടാണെങ്കിൽ ഈ ചില ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗത്തൊക്കെ ഉണ്ടാവും ഈ കസീറത്തും തൊവീലത്തും എന്നൊക്കെ കണ്ടില്ല. അപ്പൊ ഈ തൊവീലത്തും നീട്ടാനുള്ള യാ ഇല്ല, അവിടെ ചില സ്ഥലത്ത് സുക്കൂന് കാണാം. അതായത് യാന്റെ മേലെ, അതായത് നീട്ടാനുള്ളടത്ത് ടെക്സ്റ്റ് ബുക്കിൽ ചില സ്ഥലത്ത് യാന്റെ മേലെ സുക്കൂന് കാണാം. പക്ഷെ നിങ്ങൾ എഴുതുമ്പോ അങ്ങനെ ഇട്ട് എഴുതരുത്. അത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ചില ഭാഗത്ത് കാണും, ഞാൻ എവിടെയൊക്കെ കണ്ടിരിക്കുന്നത്. അതാണ് പറഞ്ഞത്. ചിലവർ എഴുതുമ്പോഴും അങ്ങനെ എഴുതുന്നുണ്ട്, അതാണ് പറഞ്ഞത്. ഇങ്ങനെ നീട്ടാനുള്ള യാ നീട്ടാനുള്ളടത്ത് ഇപ്പൊ തൊവീലത്തുൻ കസീറത്തുൻ, അപ്പൊ അവിടെയൊക്കെ യാ നീട്ടാണ്ട്, അവിടെ നീട്ടാനുള്ള യാ ആണ്.
പക്ഷെ അവിടെ എന്ത് ചെയ്ത് സുക്കൂൻ ഇട്ട് എഴുതരുത്. അത് ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ സ്ഥലത്തുണ്ട്, അതാണ് ഇപ്പോ ഒന്ന് മെൻഷൻ ചെയ്തത്. അപ്പൊ 7th ചാപ്റ്ററിൽ ഈ 2 കാര്യങ്ങളുള്ളൂ പഠിക്കാനുള്ളത്. 8ാമത്തെ ചാപ്റ്റർ ചാപ്റ്ററിലാണ് ഇനി പഠിക്കാൻ പോകുന്നത് എന്ത്, നമ്മള് ബിഗിനിങ് പാർട്ടും ഇൻഫോർമേറ്റീവ് പാർട്ടും പഠിക്കുന്നത്. ബിഗിനിങ് പാർട്ട് പറഞ്ഞാല് അറബിയിൽ മുബത്തദവും, ഇൻഫോർമേറ്റീവ് പാർട്ട് പറഞ്ഞാല് അറബിയിലെ ഖബറും ആണ് പറയാ. അപ്പം നമ്മൾ എന്താണ് ഇതുവരെ പഠിച്ചത്? ഹാദാ റജുലുൻ, ഹാദാ റജുലുൻ, ഹാദാ കിതാബുൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഹാദാ റജുലുൻ പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആരെങ്കിലും ഒരാൾ പറയും. ഇതൊരു പുരുഷനാണ്. ഇതൊരു പുരുഷനാകുന്നു. അപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ടത് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഹാദാ റജുലിന് പറയുമ്പോ റജുലിന് എന്തില്ല, അലിഫും ഇല്ല, പിന്നെ ആ റജുലിന് തെൻവീനാണുള്ളത്. അപ്പൊ ഹാദ എന്നുള്ളത് എന്താണ്? ബിഗിനിങ് പാർട്ടും അതിന്റെ ഇൻഫോർമേറ്റീവ് പാർട്ടാണ് എന്ത്, റജുലിൻ എന്നുള്ളത്. ഹാദ എന്നത് മുബത്തദവും അതിന്റെ ഖബർ ആണ് എന്ത്. അപ്പൊ ഹാദാന്ന് ഇപ്പൊ ഇവിടെ ഹാദാന്ന് പറയാണ്, ഹാദ ഇത്. അപ്പൊ നിങ്ങൾ കേൾക്കുന്ന ആൾ ചോദിക്കുന്നത് ഇതെന്താണ്? അപ്പൊ അതിന്റെ ഇൻഫോർമേഷൻ ആണ്, അതിന്റെ ഇൻഫോർമേഷൻ ആണ് എന്ത് അടുത്തത്, റജുലുൻ എന്നുള്ളത്. അപ്പൊ റജുലുൻ എന്നുള്ളത് ഒരു കംപ്ലീറ്റ് സെന്റൻസ് അല്ല. ഹാദാ റജുലുൻ എന്നുള്ളത് എന്താണ്? ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്. ഹാദാ റജുലുൻ, ഇതൊരു പുരുഷനാകുന്നു. അപ്പൊ അതിൽ ഇനി ഒരു ഡൗട്ടും ഇല്ല, അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. പക്ഷെ ഹാദർ റജുലു, ഈ ഫസ്റ്റത്തെ സെന്റൻസ് നോക്കി, ഹാദർ റജുലു. അപ്പൊ ഇതിലുള്ള വ്യത്യാസം എന്താ വന്നത്? ഈ റജുലു എന്നുള്ളതിന് അലിഫ്ലാം വന്നിട്ടുണ്ട്. അലിഫ്ലാം വന്നാൽ എന്തിടാൻ പറ്റൂല? തെൻവീൻ ഇടാൻ പറ്റില്ല. അപ്പൊ അലിഫ്ലാം വന്നു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്തായി മാറും? നേരത്തെ ഹാദാ റജുലു എന്നുള്ളത് എന്താണ്? ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്. അതിന്റെ അർത്ഥം ഇതൊരു പുരുഷനാകുന്നു എന്നാണ്. പക്ഷെ ഇവിടെ എന്താണ്? ഹാദർ റജുലു. അപ്പൊ ഇതെന്താണ്? ഇതൊരു കംപ്ലീറ്റ് സെന്റൻസ് അല്ല. ഹാദർ റജുലു പറഞ്ഞാൽ ഈ പുരുഷൻ, ദിസ് മാൻ. മറ്റേത് ദിസ് ഈസ് എ മാൻ എന്നായിരുന്നു. ഹാദർ റജുലു പറഞ്ഞ ദിസ് ഈസ് എ മാൻ, അതൊരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്. പക്ഷെ ഇതെന്താണ്? ഹാദർ റജുലു, അർത്ഥം ഈ പുരുഷൻ, അല്ലെങ്കിൽ ഈ പുരുഷൻ. അപ്പൊ അവിടെ കംപ്ലീറ്റ് അല്ല, അവിടെ എന്തോ ഒരു ഇൻഫോർമേഷൻ തരാനുണ്ട്. അവിടെ ഈ പുരുഷൻ പറഞ്ഞാല് നമുക്ക് എന്താണ്, ഈ പുരുഷൻ എന്താണ്, ഈ പുരുഷൻ എന്താ പറ്റുക, അങ്ങനെ കുറെ ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന് ഇൻഫോർമേഷൻ ആണ് എന്ത്, ഹാദർ റജുലു താജിറുൻ. ഈ പുരുഷൻ എന്താണ്? താജിറുൻ, ഒരു കച്ചവടക്കാരനാണ്. അപ്പൊ ഹാദർ റജുലു എന്നുള്ള ഈ സെന്റൻസ് ആണ്, ഈ ഹാദയും അർ റജുലു എന്ന് കൂടിയിട്ടുള്ള ഇത് രണ്ടും കൂടിയാണ് എന്ത്, ബിഗിനിങ് പാർട്ട് അഥവാ മുബത്തദ്. താജിറുൻ എന്നതാണ് എന്ത്, ഇൻഫോർമേറ്റീവ് പാർട്ട് അഥവാ ഖബർ. ഓക്കെ അല്ലേ? മറ്റേത് ഹാദാ റജുലൻ പറഞ്ഞിട്ടാണെങ്കിൽ ഹാദ എന്നുള്ളത് മുബത്തദവും റജുലൻ എന്നുള്ളത് ഖബറുമാണ് അഥവാ ഇൻഫോർമേറ്റീവ് പാർട്ട്. ഹാദ എന്നുള്ളത് ബിഗിനിങ് പാർട്ടും അതിന് ഇൻഫോർമേറ്റീവ് പാർട്ട് റജുലൻ എന്നുള്ളത്. പക്ഷെ ഹാദർ റജുലു താജിറുൻ എന്നാൽ ഹാദർ റജുലു എന്നുള്ളത് ബിഗിനിങ് പാർട്ട് അഥവാ മുബത്തദ്, ഈ പുരുഷൻ എന്നുള്ളത് മുബത്തദ് അഥവാ ബിഗിനിങ് പാർട്ട്. അതിന്റെ ഖബറാണ് എന്ത്, ഇൻഫോർമേഷൻ ആണ് എന്ത്, താജിറുൻ എന്നുള്ളത്. ഈ പുരുഷൻ എന്താണ്? കച്ചവടക്കാരനാകുന്നു. അപ്പൊ നമുക്ക് മുബത്തദ് ഖബറിനെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇത് ഇങ്ങനെ അർത്ഥം ആലോചിക്കുമ്പോ ആകുന്നു എന്നുള്ളത് കിട്ടുന്നതാണ് എന്ത്, ഖബർ. അതൊരു എളുപ്പമായിട്ടുള്ള മാർഗമാണ്. അതായത് നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയുമ്പോ ആകുന്നു എന്ന് അർത്ഥം കിട്ടൂല, ആകുന്നു. അപ്പൊ നമ്മൾ ഇതിനർത്ഥം പറയുകയാണെങ്കിൽ ഈ പുരുഷൻ കച്ചവടക്കാരനാകുന്നു. വദാലിക റജുലു ത്വബീബുൻ, ആ പുരുഷൻ എന്താകുന്നു? ഡോക്ടർ ആകുന്നു. അപ്പൊ ഈ ആകുന്നു എന്ന അർത്ഥം കിട്ടുന്നതാണ് എന്ത്, ഖബർ അഥവാ ഇൻഫോർമേറ്റീവ് പാർട്ട്. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. മുബത്തദയില് അലിഫ്ലാം വരും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ വരും. വരും അല്ലെ? മുബത്തദയില് വരും. മുബത്തദയിന് അലിഫ്ലാം വരണം. ഇതിന് ഹാദക്ക് എന്തുകൊണ്ട് അലിഫ്ലാം ഇല്ലാത്തത്? ഹാദ ഒരു എന്താണ്, ഹാദ ഇങ്ങനെ തന്നെയാണ്, അതിന് അലിഫ്ലാം ഇട്ടൂല. ഇത് ഇസ്മുൽ ഇഷാറ അല്ല, അപ്പൊ അതിനെന്തിടൂല, അലിഫ്ലാം ഇടൂല. പക്ഷെ നമ്മളിവിടെ എന്താണ്, ഒരു ബുക്ക് അൽ കിതാബു അങ്ങനെ പറയാം, കിതാബുൻ കബീറത്തിന് പറയുക. അപ്പൊ കിതാബുൻ കബീറത്തിന് പറഞ്ഞാൽ അതെന്തായി? നാത്ത് സിഫത്തു മൗസൂഫ് അഥവാ നാമവിശേഷണമായി. അപ്പം മുബത്തദിന് എന്ത് വേണം? അലിഫ്ലാം വേണം. പക്ഷെ ഹാദക്ക് എന്തുകൊണ്ട് അലിഫ്ലാം ഇടാത്തത്?
ഹാദ എന്നുള്ളത് ഹാദ തന്നെയാണ്. അൽ ഹാദ എന്ന് എഴുതൂല. എഴുതൂല. ഹാദ എന്നുള്ളത് ഈ വാക്ക് ഇങ്ങനെ തന്നെയാണ്. അഥവാ പിന്നെ ഹുവ, അതിനൊന്നും ഹുവ, ഹാദ, ദാലിക്ക, ഇതിനൊന്നും എന്ത് വരില്ല? അല്ല് വരില്ല. ഈ വാക്ക് ഇസ്മുകളൊക്കെ എന്താണ്? ഇങ്ങനെ തന്നെയാണ്. അതേ സ്ഥാനത്ത് ഇനി നമ്മളെന്താണ് അൽ കിതാബു, ഒരു പുസ്തകം ഇത് വലിയ പുസ്തകമാകുമെന്ന് പറയുമ്പോ അൽ കിതാബു കബീറത്ത് എന്ന് പറയണം. പിന്നെ അല്ലെങ്കിൽ പേന എന്താണ്? ചെറുതാണ്. അൽ കലമു സൊഈറുൻ, അങ്ങനെ അലിഫ്ലാം ഇട്ട് പറയണം. പക്ഷെ എന്തിടാൻ പറ്റൂല? ഹബറിന് ഒരിക്കലും അലിഫ്ലാം ഇട്ട് എഴുതരുത്. മുബത്തദേന് അലിഫ്ലാം വേണം, പക്ഷെ ഹബറിന് എന്തിടരുത്? അലിഫ്ലാം ഇട്ട് എഴുതരുത്. ഇവിടെ ഹാദ റജുലു, ഹാദക്ക് അലിഫ്ലാം ഇല്ലാത്തത് കാരണം എന്താണ്? ഹാദ എന്നുള്ളത് ഹാദാന്ന് ഇങ്ങനെ തന്നെയാണ്, അത് മാറൂല. അൽ ഹാദ എന്നൊന്നും പറയൂല. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മുബത്തദ ഖബർ എപ്പോഴും നോമിനൽ സെന്റൻസ് ആയിരിക്കും. അഥവാ ഒരു ഇസ്മു കൊണ്ട് ഒരു നാമം കൊണ്ട് തുടങ്ങുന്ന സെന്റൻസ് ആയിരിക്കും എന്ത്? ഈ മുബത്തദയിന് ഉണ്ടാവുക. മുബത്തദ ഖബറിനും. അഥവാ മുബത്തദ ഖബറിന്റെ ആരംഭം എന്തായിരിക്കും? ഒരു ഇസ്മു കൊണ്ടായിരിക്കും ആരംഭം. ഹാദ എന്നുള്ളത് എന്താണ്? ഒരു ഇസ്മാണ്, ഒരു ഇസ്മുൽ ഇഷാറ ആണ്, ചൂണ്ടി കാണിക്കുന്ന നാമാണ് എന്ത്? ഹാദ എന്നുള്ളത്. അപ്പൊ അതൊരു ഇസ്മു കൊണ്ടാണ് തുടങ്ങിയത്. ഹാദർ റജുലു, ഈ പുരുഷൻ. അപ്പൊ എന്താണ്? മുബത്തദ ഖബറിന്റെ തുടക്കം എപ്പോഴും എന്തായിരിക്കും? ഒരു നാമം കൊണ്ടായിരിക്കും. ആ നാമാണ് എന്ത് വരാം? മുബത്തദ ആയിട്ട് വരാം. അതിന്റെ രണ്ടാമത്തെ വരുന്ന പാർട്ടാണ് എന്ത്? ഇൻഫോർമേറ്റീവ് പാർട്ട്, അതാണ് ഖബർ. ഒരിക്കലും മുബത്തദ ഖബർ എന്തുകൊണ്ട് തുടങ്ങൂല? വെർബ് കൊണ്ട് തുടങ്ങൂല. അത് ആലോചിക്കണേ. മുബത്തദ ഖബർ ഒരിക്കലും ഒരു ക്രിയ കൊണ്ട് അഥവാ വെർബ് കൊണ്ട് തുടങ്ങൂല, സ്റ്റാർട്ട് ചെയ്യൂല. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കണേ. അപ്പൊ എന്തേനു? വെറുവ് കൊണ്ട് തുടങ്ങുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാമോ? തുടങ്ങൂല എന്ന് പറഞ്ഞതിന്റെ തുടങ്ങൂല, വെർബ് കൊണ്ട് തുടങ്ങൂല. വെർബ് കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ അത് വേറെ സെന്റൻസ് ആവും, അത് നിങ്ങൾ പിന്നെ പഠിക്കും. ഇസ്മു കൊണ്ട് തുടങ്ങുന്നതാണ് അതിലുള്ള ഉദാഹരണങ്ങളൊക്കെ. അതായത് മുബത്തദ ഖബറിന്റെ ഫസ്റ്റ് പാർട്ട് എന്താ? എപ്പോഴും ഇസ്മായിരിക്കും. ഇസ്മിന്റെ ഉദാഹരണമാണ് എന്ത്? ഹാദ റജുൽ. ഹാദ എന്നുള്ളത് എന്താ? ഒരു ഇസ്മാണ്, ഇസ്മുൽ ഇഷാറാണ്, ഒരു ചൂണ്ടി കാണിക്കുന്ന നാമാണ് ഇസ്മുൽ ഇഷാറ. ഇസ്മു താജിരി, താജിറിന്റെ കച്ചവടക്കാരന്റെ പേര് മഹ്മൂദൻ എന്നാകുന്നു. ഇതൊക്കെ ഇസ്മു കൊണ്ട് തുടങ്ങിയ സെന്റൻസ് ആണ്. ഇത് ഇലാഫത്താണ്. ഇസ്മു താജിർ എന്നുള്ളത് ഇലാഫത്താണ്. പക്ഷെ എന്താണ്? ഇത് അതുമല്ല, ഇത് മുബത്തദോ ഖബറും കൂടിയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇസ്മിന് എന്താണ് അല്ല് വരാത്തതെന്ന്. അപ്പൊ ഇസ്മിന് എന്താ ഇവിടെ അല്ല് വരാത്തത്? ഞാൻ പറഞ്ഞ് മുബത്തദയിന് മുബത്തദയിന് ഞാൻ പറഞ്ഞ് അല്ല് വേണം എന്നുള്ളത്. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ഇസ്മിന് അല്ല് ഇല്ലാത്തത്? ഖബറിന് വരൂല. ഖബർ, ഒരു മിനിറ്റ് ഇസ്മിന് വരൂല പറഞ്ഞു. ഒരു മിനിറ്റ്. ഖബറിന് അല്ല് വരില്ല എന്നാണ് പറയുക. ഇവിടെ ഖബർ ഏതാണ്? മഹ്മൂദാണ്. മഹ്മൂദിന് അല്ല് വരില്ല. പിന്നെ ഇവിടെ ഇസ്മിന് എന്തുകൊണ്ട് അല്ല് വരാത്തത്? സെന്റൻസ് നല്ലോണം നോക്കി. ഇലാഫത്ത് ആയിട്ട് മുലാഫിന് എന്ത് വരില്ല? അല്ല് വരൂല. ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇലാഫത്തൊക്കെ എടുത്തു കഴിഞ്ഞതുകൊണ്ടാട്ടോ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കി പോകണം. അപ്പൊ മുബത്തദയിന് അല്ല് വേണം, പക്ഷെ ഇവിടെ അല്ലില്ലാതെ, ഇസ്മിന് അല്ലില്ലാത്തത് എന്താണ്? ഇത് മുലാഫ് ആയതുകൊണ്ടാണ് അല്ലില്ലാത്തത്. അപ്പൊ നിങ്ങൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ അത് മനസ്സിലാക്കി പോകണം. അപ്പൊ ഇവിടെ ഇസ്മു താജ് ഖബറിന് അലിഫുലാമും ഇട്ട് എഴുതൂലല്ലോ. ഇല്ല, ഖബറിന് ഒരിക്കലും അലിഫ്ലാം ഇട്ട് എഴുതൂല. അപ്പൊ എന്താണ്? ഇസ്മു താജിർ, കച്ചവടക്കാരന്റെ പേര്. അപ്പൊ ഇവിടെ എന്താണ്? ഇലാഫത്താണ്. ആദ്യത്തെ ഇതെന്താണ്? മുലാഫാണ്. രണ്ടാമത് മുലാഫിലെയ. മുലാഫിന് എന്തിടൂല? ഒരിക്കലും അലിഫ്ലാം ഇട്ട് എഴുതൂല. അതുകൊണ്ടാണ് ഇസ്മിന് അലിഫ്ലാം ഇല്ലാത്തത്. അതിന്റെ ഖബറാണ് എന്ത്? ഇസ്മു താജിരി, താജിറിന്റെ പേര്, കച്ചവടക്കാരന്റെ പേര് എന്താണ്? മഹ്മൂദൻ എന്നാകുന്നു. ഇപ്പൊ നേരത്തെ ഒരാൾ ചോദിച്ച് ക്രിയ കൊണ്ട് ഒരു സെന്റൻസ് തുടങ്ങുകയാണെങ്കിൽ അതെന്താണ്? വെർബൽ സെന്റൻസ് ആയിട്ട് മാറും. ഓക്കെ, ഇപ്പൊ കത്തബ മുഹമ്മദ് എഴുതി. അപ്പൊ കത്തബ എന്നുള്ളത് എന്താണ്? ഒരു ക്രിയ ആണ്.
അപ്പൊ ക്രിയ കൊണ്ട് തുടങ്ങിയതുകൊണ്ട് അത് വേറെ സെന്റൻസ് ആയിട്ട് മാറി. വെർബൽ സെന്റൻസ് അഥവാ ഒരു ക്രിയ കൊണ്ട് ആരംഭിക്കുന്ന സെന്റൻസ്. അപ്പൊ അത് വേറെ സെന്റൻസ് ആയിട്ട് മാറാം. അതാ ഞാനിപ്പോ പറയാത്തത്. ഇപ്പൊ എന്താണ് മുബ്തദ ഖബറിന്റെ ആരംഭം ഇസ്മ കൊണ്ടായിരിക്കും. അത് മനസ്സിലാക്കി വെക്കാം. പിന്നെ ഈ പാഠഭാഗത്ത് അടുത്തത് പഠിക്കാനുള്ളത് എന്താണ്? ഒരു നാമത്തിന്റെ സാധാരണ അവസാനം എന്താണ്? ഒരു നാമത്തിന്റെ സാധാരണ അവസാനം തൻവീനായിരിക്കും. തെൻവീൻ ലമ്മത്തല്ലേ? ലൊമ്മത്താണ് ഒരു ഇസ്മിന്റെ സാധാരണ അവസാനം. അപ്പൊ ഈ ലൊമ്മത്ത് മാറുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? ഈ ലൊമ്മത്ത് മാറുന്ന സിറ്റുവേഷൻസ് അത് പിന്നെ യാ വരുമ്പോ അൽ വരുമ്പോ അതെന്താ ലാമ വരുമ്പെന്ന് പറഞ്ഞത്? അല്ല് വരുമ്പെന്ന് പറഞ്ഞ കാരണം എന്താ? അല്ല് വരുമ്പോ അല്ല ആരോന്ന് പറഞ്ഞില്ല. അത് പറയാൻ കാരണം അൽ ബൈത്തു അങ്ങനല്ലേ വരിക? ഒരു അല്ല വരുമ്പോ ഈ ലൊമ്മത്ത് മാറാനുള്ള കാരണം എന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഫീ അങ്ങനെ ഇല എന്നൊക്കെ വരുമ്പോഴല്ലേ മാറുക? അല്ല ഞാൻ ഇപ്പൊ ചോദിച്ചതിന് ആരാ ഇപ്പൊ പറഞ്ഞത് അല്ല് വരുമ്പോ ലൊമ്മത്ത് മാറും എന്നുള്ളത് പറഞ്ഞാല് അവിടെ എന്തുകൊണ്ടാ ലൊമ്മത്ത് മാറുന്നത്? അൽ ബൈത്തു. അവിടെ ആരൊരാള് പറഞ്ഞു അല്ല് വരുമ്പോ ലൊമ്മത്ത് മാറുന്നു. അപ്പൊ കാരണം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അല്ല് വന്ന് വെച്ചിട്ട് ലൊമ്മത്ത് മാറൂല. അപ്പൊ ലൊമ്മത്ത് മാറുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പൊ ഒരാൾ പറഞ്ഞെന്ത് ഹുറൂഫിൽ ചെറ് പ്രപ്പോസിഷൻസ് വന്നതാണെങ്കിൽ എന്ത് മാറും? ലൊമ്മത്ത് മാറിയിട്ട് എന്ത് മാറും? കെസറായിട്ട് മാറും. പിന്നെ ഒരാൾ പറഞ്ഞു ഇലാഫത്ത് ആവുമ്പോ എന്താവും? കെസറായിട്ട് മാറും. പിന്നെ എന്താണ് ഇന്ത നമ്മള് അതൊക്കെ കബില അതൊക്കെ വന്നാൽ എന്തായിട്ട് മാറും? കെസറായിട്ട് മാറും. കെസറായിട്ട് മാറും. അപ്പൊ അല്ല് വന്നെന്ന് വെച്ചിട്ട് കെസറായി മാറും. ലൊമ്മത്തായി മാറൂല. ആ ലൊമ്മത്ത് മാറേണ്ട സാഹചര്യങ്ങൾ വരുന്നത് അതാണ് ഏതൊക്കെ? ഹുറൂഫുൽ ജർറ് പിന്നെ കബില അങ്ങനത്തെ കഥകളൊക്കെ വരുമ്പോ അതൊക്കെ ഇലാഫത്തിൽ പെടുന്നതാട്ടോ. ബാദ കബില ഇലാഫത്തിൽ പെടുന്നതാണ്. മുലാഫ് ഇലൈഹിയാണ്. അവര് പറയുമ്പോ അങ്ങനെ എക്സ്ട്രാ പറഞ്ഞെന്നുള്ളൂ. പിന്നെ നമ്മള് ചില നാമങ്ങൾക്ക് എന്ത് മാറൂല? ഒരു നാമത്തിന്റെ സാധാരണ അവസാനം ഇപ്പൊ നമ്മള് ഹാദ റജുൽ എന്ന് പറയുമ്പോ അതിന്റെ അവസാനം എന്താണ്? ലൊമ്മത്താണ്. പക്ഷെ ഹാദ അമേരിക്ക ഇത് അമേരിക്കയാകുന്നു. അപ്പൊ അവിടെ ലൊമ്മ ഉണ്ടോ? അവിടെ ലൊമ്മത്തല്ല കൊടുക്കേണ്ടത്. പക്ഷെ ഹാദ അമേരിക്ക എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്താ ലൊമ്മ കൊടുക്കാത്തത്? മാറാതെ വിടാണ്. അമേരിക്ക എന്നുള്ളതിന്റെ അവസാനം എന്തെയില്ല മാറൂല. അങ്ങനെ ചില വേർഡിന്റെ അവസാനം ഉണ്ട് എന്ത്? അത് സാഹചര്യത്തിനനുസരിച്ച് എന്തെയില്ല ആ നാമത്തിന്റെ അവസാനം മാറില്ല. അതിൽ പെട്ടതാണ് എന്ത്? അമേരിക്ക എന്നുള്ള വാക്ക്. അമേരിക്ക എന്നുള്ള വാക്ക് ഹാദ അമേരിക്കൂ എന്നൊന്നും പറയൂല. ഹാദ അമേരിക്ക എന്നേ പറയുള്ളൂ. അതേമാതിരി ചില വേർഡിന്റെ അവസാനം എന്താണ്ടാവും? ഇപ്പൊ നമ്മള് മുസ്തഷ്ഫ എന്ന് പഠിച്ചില്ലേ? മുസ്തഷ്ഫ പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ. അപ്പൊ ഹാദ മുസ്തഷ്ഫ എന്ന് പറയുമ്പോ ഹാദ മുസ്തഷ്ഫു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഹാദ മുസ്തഷ്ഫന്റെ അവസാനം എന്താണ്? അവസാനം യാന്റെ ഷേപ്പിലുള്ള അലിഫാണ്. അത് യാന്റെ ഷേപ്പ് ആണെങ്കിൽ അത് അലിഫാണ് ഉച്ചാരണത്തിൽ. അപ്പൊ അതെന്തില്ല? അത് ആ മുസ്തഷ്ഫ എന്നുള്ള വാക്ക് അങ്ങനെ തന്നെയാണ്. അതെന്തില്ല? ലൊമ്മത്തോ കസ്രത്തോ ഒന്നും ആയിട്ട് മാറൂല. ഹാദ മുസ്തഷ്ഫ എന്ന് തന്നെയാണ് പറയാ. അത് അവസരത്തിനനുസരിച്ച് മാറൂല. പിന്നെ ഈ ഇതില് വേറെ രണ്ട് വാക്ക് പഠിക്കാനുള്ളത് അമാമ ഖൽഫ. അമാമ എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്നിൽ. മുമ്പിൽ. ഖൽഫ പറഞ്ഞാല് ബാക്കിൽ. ബാക്കില്. അപ്പൊ അതെന്താണ്? ഇത് രണ്ടും എന്താണ്? ഇതാണ് ഓപ്പോസിറ്റ് ആണ് ഇത് രണ്ടും. ബാക്കില് അമാമ ഖൽഫ. പിന്നെ ഇതെന്താണ്? ഇത് രണ്ടും ഇലാഫത്താണ്. ഇതിന് ശേഷം വരുന്ന വാക്കിന് എന്ത് വേണം? കെസറ് വേണം. കാരണം മുലാഫ് ഇലൈഹി ആയതുകൊണ്ട്. അതായത് നമ്മൾ ഇന്ത്യയുടെ അർത്ഥം കിട്ടുന്നതല്ല മുലാഫ് ഇലൈഹി പറഞ്ഞാലേ. അപ്പൊ നമ്മൾ ഒന്നിന്റെ പിറകില് അതിന്റെ മുമ്പിൽ എന്നൊക്കെ പറയുമ്പോ അവിടെ ഇന്ത്യയുടെ അർത്ഥം കിട്ടും. ഇപ്പൊ മരത്തിന്റെ മുമ്പിൽ മരത്തിന്റെ ബാക്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോ ഇന്ത്യയുടെ അർത്ഥം കിട്ടുന്നുണ്ട്. അപ്പൊ എന്താണ്? അവിടെ ഇലാഫത്താണ്. അപ്പൊ അതുകൊണ്ട് അതിനുശേഷം ഹൽഫ അമാം അതിന് ശേഷം വരുന്ന വാക്കിന് എന്ത് കൊടുക്കണം? കെസറ് കൊടുക്കണം. പിന്നെ ഈ പാഠഭാഗത്ത് വേറൊരു ക്രിയ പഠിച്ചെന്ത്? ജലസ. ഇതിനു മുമ്പ് പഠിച്ച ക്രിയകൾ എന്തൊക്കെയാണ്?
ഖറജ. ഹറജ. ഇനി ഉം. അടുത്ത ക്രിയയാണ് ഏത്? ജലസ. ഹറജ പറഞ്ഞാല് അവൻ പുറപ്പെട്ടു, ദഹബ പറഞ്ഞാൽ അവൻ പോയി. പിന്നെ ജലസ പറഞ്ഞാൽ എന്താണ്? അവൻ ഇരുന്നു. അവൻ ഇരുന്നു. ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. മുബത്തദ ഉം. ഖബർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഉം. നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചു പോവാ. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. മുബത്തദ ഖബറും ഹാദാ റജുലുൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇതൊരു പുരുഷനാകുന്നു. അതൊരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്. അപ്പൊ അതിൽ ഹാദാ എന്നുള്ളത് എന്താണ്? ഫസ്റ്റ് പാർട്ടും അഥവാ ബിഗിനിങ് പാർട്ടും, റജുലുൻ എന്നുള്ളത് എന്താണ്? അതിന്റെ ഇൻഫോർമേറ്റീവ് ഖബറുമാണ്. പക്ഷെ ഹാദർ റജുലു താജിറുൻ, ഈ പുരുഷൻ എന്താകുന്നു? കച്ചവടക്കാരനാകുന്നു. അപ്പൊ ഇതില് ഹാദർ റജുലു എന്ന അതാണ് ഈ രണ്ടും കൂടി കൂടിയിട്ടുള്ളതാണ് എന്ത്? മുബത്തദ് അഥവാ മുബത്തദ്. beginning part. ഹാദർ റജുൽ ഈ രണ്ടും കൂടി കൂടിയിട്ടുള്ളതാണ് എന്ത്? മുബത്തദ്. മുബത്തദ്. അതിന്റെ ഉം. ബിഗിനിങ് ഖബറ്. ഇൻഫോർമേറ്റീവ് പാർട്ടാണ് എന്ത്? താജിറുൻ എന്നുള്ളത്. ഉം. പിന്നെ മുബത്തദ് ഖബറിൽ ഞാൻ പറഞ്ഞത് എന്ത് വേണം? മുബത്തദ് അലിഫ്ലാം കൊണ്ട് തുടങ്ങണം. അലിഫ്ലാം. ഖബറിന് എന്ത് പറ്റൂല? അലിഫ്ലാം പറ്റൂല. അലിഫ്ലാമ് പറ്റൂല. ഇവിടെ ഹാദക്ക് അലിഫ്ലാം ഇല്ലാത്തത്. ഹാദക്ക് എന്ത് ചെയ്യില്ല? അലിഫ്ലാം ഇടൂല. ഹാദ എന്നുള്ള വാക്ക് ഇങ്ങനെ തന്നെയാണ്. ഓക്കെ. പിന്നെ മുബത്തദ് ഖബർ സെന്റൻസ് തുടങ്ങൽ ഒരു നാമം കൊണ്ടായിരിക്കും. ഉം. ഒരു നാമം കൊണ്ട് തുടങ്ങുന്നതായിരിക്കും സെന്റൻസ് ആയിരിക്കും എന്ത്? മുബത്തദും ഖബറും. ഓക്കെ. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇത്ര പഠിക്കാനുള്ളൂ. യാബാൻ പറഞ്ഞാൽ എന്താണ്? യാബാൻ ജപ്പാൻ. പിന്നെ ദർറാജത്തിൽ പറഞ്ഞാൽ എന്താണ്? ദറാജത്ത് സൈക്കിൾ. സൈക്കിൾ. സിക്കീന് പറഞ്ഞാല് സിക്കീന്. കത്തി. ആരാ സ്ലോ എന്നൊക്കെ പറഞ്ഞത്? സ്ലോ എന്ന് ആരോ പറഞ്ഞല്ലോ. സ്നോയോ? സ്ലോ എന്ന് ആരോ പറഞ്ഞ മാതിരി കേട്ട്. ഇല്ല. അല്ല, ഞാനൊരു രോഗി എന്നുള്ളൊരു എന്തോ അങ്ങനെ ഒരു വേർഡ് ഇല്ല ഇതിന്. സിക്കീന് എന്നുള്ളതിനാ? ആ ഇംഗ്ലീഷില് സിക്ക് എന്നാ പറയാ രോഗിക്ക്. ഇംഗ്ലീഷില് അത് കൂടി കാരണാണ്. സോറി. അപ്പൊ രോന്നിങ്ങനെ വന്നു. ഇനി ഒമ്പതാമത്തെ ചാപ്റ്റർ. ഇനി ഒമ്പതാമത്തെ ചാപ്റ്റർ വരുമ്പോഴാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. അതിലാണ് എന്ത്? ഞങ്ങൾക്ക് കൺഫ്യൂഷൻ തന്നെയാണ്. ഖബറ്, മുബത്തദ് ഇതൊക്കെ പറയുമ്പോ ഖബറ് മുബത്തദോ നല്ലോണം മനസ്സിലാക്കിയാലേ എന്തൊക്കെ കഥയായോ പഠിച്ചോനെ. ശരിയാവൂടോ. അതാ ഞാൻ പറഞ്ഞ മുബത്തദയിലും ഖബറിലും അഥവാ ആ ചാപ്റ്ററിൽ 8ാമത്തെ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ക്ലിയർ ചെയ്താൽ അടുത്ത ചാപ്റ്റർ നല്ല മനസ്സിലാവുള്ളൂ. ഇനി 9ാമത്തെ ചാപ്റ്ററിലാണ് പഠിക്കാനുള്ളത് എന്ത്? സിഫത്തും മൗസൂഫും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പൊ എന്തിനു പറഞ്ഞത്? മുമ്പത്തെ ചാപ്റ്ററില് മുമ്പത്തെ 8ാമത്തെ ചാപ്റ്ററിൽ ഞാൻ ഇപ്പൊ എന്തിനു പറഞ്ഞത്? മുബത്തദ് ഖബർ. മുബത്തദ് ഖബർ എങ്ങനെ വരാം? അതൊരു ഇസ്മിന്റെ ഇത് തുടങ്ങുന്നതായിരിക്കും. പിന്നെ മുബത്തദ് അൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഖബർ അൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യൂല. സ്റ്റാർട്ട് ചെയ്യില്ല. രണ്ടിന്റെ അവസാനം എന്തായിരിക്കും? ലൊമ്മത്തായിരിക്കും. മുബത്തദിന് ഖബർ ലൊമ്മത്തായിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായില്ല. മുബത്തദയിന് എപ്പോഴും എന്ത് വേണം? അലിഫ്ലാം കൊണ്ട് തുടങ്ങണം. ഖബറിന് അലിഫ്ലാം ഉണ്ടാവൂല. പിന്നെ മുബത്തദിന് അലിഫ്ലാം ഇല്ലാത്ത സാഹചര്യങ്ങളാണ് എന്ത്? ഹാദ ദാലിക്ക എന്നൊക്കെ വരുമ്പോ. ഹാദ ദാലിക്ക എന്നൊക്കെ വരുമ്പോ എന്താണ്? ഇസ്മുൽ ഇഷാറ. ഇസ്മുൽ ഇഷാറ ആയതുകൊണ്ട് അല്ല് വരില്ല. ഹുവാന്നൊക്കെ വരുമ്പോ എന്ത് വരില്ല? അലിഫ്ലാം വരില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ മുബത്തദ ഖബർ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയേക്കാം. ഓത്തും അഥവാ നാമവിശേഷണം പറയുമ്പോ എന്ത് വേണം? ഈ നാമവിശേഷം ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോ രണ്ടും സെയിം ആയിരിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ മുബത്തദയിലും ഖബറിലും ഒരു ഇസ്മ കൊണ്ട് തുടങ്ങുന്നത് പറഞ്ഞു. അതൊരു ഇസ്മ മനുഷ്യന്മാരുടെ പേരാണെങ്കിൽ അതിൽ അല്ലുണ്ടാവോ? ഇല്ല. നമ്മള് അൽ മുഹമ്മദ് എന്ന് പറയില്ല. അൽ മുഹമ്മദ്, അൽ ഹാമിദ് എന്ന് പറയില്ല. അവിടെ അല്ലില്ലാതാണ് പറയേണ്ടത്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഒന്നും കൂടി ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ. അപ്പൊ നമ്മൾ മുബത്തദ് അല്ല നഅ്തും മൻഊത്തും അഥവാ നാമവിശേഷം ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ രണ്ടും എന്തായിരിക്കണം? ഒരുപോലെ ആയിരിക്കണം. അതായത് നമ്മളിപ്പോ മുബത്തദയില് പറഞ്ഞപ്പോ മുബത്തദയിന് അല്ലുണ്ടാവും.
ഖബറിന് എന്തുണ്ടാവില്ല, അല്ല ഉണ്ടാവില്ല എന്ന് പഠിച്ചു. അപ്പം നഅത്ത് സിഫത്ത് മൗസൂഫും അഥവാ നാമവും നാമവിശേഷം ഒറ്റ നോട്ടിൽ നോക്കുമ്പോ രണ്ടും ഒരുപോലെ ആയിരിക്കണം. അത് പറഞ്ഞാല് ഇപ്പൊ നഅത്ത് മൻഊത്ത് പറയുമ്പോ എന്താണ്? നാമനാമവിശേഷം. നാമവും നാമവിശേഷവും മനസ്സിലായി. അപ്പൊ ഇവിടെ ബൈത്തുൻ ജദീദുൻ ഇതിലില്ലാത്ത ഒരു ഉദാഹരണമാണ് ബൈത്തുൻ ജദീദുൻ. അർത്ഥം എന്താണ്? ബൈത്തുൻ ജദീദുൻ പറഞ്ഞാൽ എന്താണ്? പുതിയ വീട്. പുതിയ വീട്. അപ്പൊ അതിൽ ഏതാണ് നഅത്ത്, ഏതാണ് അല്ല സിഫത്ത് ഏതാണ്? ജദീദ് എന്നുള്ളതാണ് എന്ത്? വിശേഷണം. അതിലുള്ള നാമം ഏതാണ്? ഏത് നാമത്തിനാണ് ആ പുതിയതെന്ന് വിശേഷിപ്പിച്ചത്? ബൈത്ത്. അപ്പൊ ഈ നാമം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം എന്ത്? അതിന്റെ നാമവിശേഷം അഥവാ അതിന്റെ നഅത്ത് വരേണ്ടത്. അപ്പൊ ഇവിടെ ഇവിടെ നോക്കി അബ്ബാസുൻ താജിറുൻ ഒനിയും. അബ്ബാസ് എന്താണ്? താജിറും ഒനിയും ധനികനായ കച്ചവടക്കാരനാണ് ആര്? അബ്ബാസ്. അപ്പൊ ഇവിടെ ഒനിയും എന്നുള്ളത് എന്തിന്റെ വിശേഷണമാണ്? താജിറിന്റെ വിശേഷണമാണ്. അപ്പൊ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോ എന്താണ്? ഇത് താജിറും ഒനിയും ഒരുപോലെയാണ്. അപ്പൊ നമ്മള് പറഞ്ഞെന്ത്? നാമവും നാമവിശേഷം 4 കാര്യത്തിന് എന്ത് വരണം? യോജിച്ച് വരണം. ഒന്നെന്താണ്? എണ്ണത്തില്. അതായത് എണ്ണത്തില് അത് നാമം എന്താണ്? മുഫ്രദാണ്, ഏകവചനാണെങ്കിൽ അതിന്റെ നാമവിശേഷണം ഏകവചനമായിട്ട് വരണം. അതിന്റെ നാമം ദ്വിവചനം അഥവാ ഡബിൾ ആയിട്ടാണ് വരണമെങ്കിൽ അതിന്റെ സിഫത്തും എന്തായിട്ട് വരണം? 2 ആയിട്ട് വരണം. ഡബിള്. ഇനി അതിന്റെ നാമ ബഹുവചനമാണെങ്കിൽ അതിന്റെ നാമവിശേഷണം എന്തായിട്ട് വരണം? ബഹുവചനമായിട്ട് വരണം. അതാണ് ഒന്നാമത്തെ കാര്യം, നമ്പറിൽ യോജിച്ച് വരണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? ജെൻഡർ പറഞ്ഞാൽ എന്താ? അതിന്റെ നാമം എന്താണ്? പുല്ലിംഗമാണെങ്കിൽ നാമവിശേഷണം എന്തായിട്ട്? പുല്ലിംഗമായിട്ട് വരണം. നാമം സ്ത്രീലിംഗം ആണെങ്കിൽ അതിന്റെ നാമവിശേഷണം എന്തായിട്ട് വരണം? സ്ത്രീലിംഗമായിട്ട് വരണം. ഓക്കെ. പിന്നെ അടുത്തത് ഡെഫിനിറ്റ് ഓർ ഇൻഡെഫിനിറ്റ്. നെക്കിറയും അത് നിങ്ങൾ അഥവാ അല്ലുണ്ടോ? അതായത് നാമത്തിന് അല്ലുണ്ടെങ്കിൽ നാമവിശേഷണത്തിനും അല്ല് വേണം. നാമത്തിന് അല്ലില്ലെങ്കിൽ നാമവിശേഷണത്തിനും അല്ല് ഉണ്ടാവില്ല. പിന്നെ അവസാനത്തെ അടയാളം പറഞ്ഞാൽ ഫത്ഹ ആണെങ്കിൽ ഫത്ഹ തന്നെ വരണം, കസ്റ ആണെങ്കിൽ കസ്റ തന്നെ അതിനും വരണം, ലമ്മാണെങ്കിൽ ലമ്മന്നെ അതിനും വരണം. അപ്പൊ ഈ 4 കാര്യത്തിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ യോജിച്ച് വരണം. പക്ഷെ മുബത്തദ ഖബർ അങ്ങനെയാണോ? അല്ല. അപ്പൊ മുബത്തദ ഖബർ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ 4 കാര്യം യോജിച്ചു വരണം. അതായത് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഇത് മുബത്തദും ഖബറും തമ്മിലുള്ള എന്താ വ്യത്യാസം? മുബത്തദും ഖബറില് അല്ലുണ്ടാവില്ല, ഫസ്റ്റത്തെ വേർഡില് ഇതിലുണ്ടാവില്ല. മുബത്തദയിന് എന്തുണ്ടാവും? ഫസ്റ്റത്തെ വേർഡിന് അല്ലുണ്ടാവും, ഖബറിന് എന്തുണ്ടാവില്ല? അല്ലുണ്ടാവില്ല. പക്ഷെ നമ്മള് നഅത്തിനും മൻഊത്തും പറയുമ്പോ എന്താണ്? ഒന്നിന് അല്ലുണ്ടെങ്കിൽ മറ്റേന് അല്ല് വേണം, ഇതിന് അല്ലുണ്ടെങ്കിൽ മറ്റേന് അല്ലുണ്ടാവാൻ പറ്റില്ല. അതൊരു ഇത്. പിന്നെ മുബത്തദയിലും ഖബറിൽ എന്താണ് നമ്മൾ അവസാനത്തെ അടയാളം പറഞ്ഞത്? റമ്മത്താണ്. പക്ഷെ ഇതിന് അങ്ങനെയാണോ? അല്ല, ഏതായാലും കുഴപ്പമില്ല. ഇതിന്റെ സാഹചര്യത്തിനനുസരിച്ച് ഇതിന്റെ അവസാനത്തെ അടയാളം മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ കസ്റ വരുത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ? അവിടെ കസ്റ ആവും. അപ്പൊ ഇതിന് കസ്റ ആണെങ്കിൽ, നാമത്തിന് കസ്റ ആണെങ്കിൽ അതിന്റെ നാമവിശേഷണത്തിന് എന്തായിട്ട് വരണം? കസ്റ ആയിട്ട് വരണം. അപ്പൊ ഇതിനെന്തില്ല? ഒരു സ്പെസിഫിക് അടയാളം ഇല്ല. ഇത് എന്ത് ചെയ്യും? ആ സെന്റൻസിന്റെ സാഹചര്യം എന്താണ് അതിനനുസരിച്ചിട്ട് എന്ത് മാറും? അതിന്റെ അവസാനത്തെ അടയാളം മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മുബത്തദും ഖബറും ഈ നഅത്ത് മൻഊത്ത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി മാറരുത്. അതിനോടാണ് ഞാൻ ഇപ്പൊ തന്നെ ഡിഫറൻസ് ചോദിച്ച് നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കുന്നത്. നമ്മളിപ്പോ പറഞ്ഞ മുബത്തദയിൽ എന്താണ്? രണ്ടിനോ? മുബത്തദിന് അല്ല് വേണം, ഖബറിന് അല്ല് വേണ്ട. അതൊന്ന് പഠിച്ചു. പക്ഷെ നാമവിശേഷണത്തിന് അങ്ങനെ ആണോ? അല്ല, രണ്ടിനും വേണമെന്നല്ല. നാമത്തിന് അല്ലുണ്ടെങ്കിൽ അതിന്റെ നാമവിശേഷണം അല്ല് വേണം. നാമത്തിന് അല്ലില്ലെങ്കിൽ അതിന്റെ നാമവിശേഷണത്തിന് അല്ല് വേണ്ടരുത്, അല്ല പറ്റൂല. ഓക്കെ. പക്ഷെ മുബത്തദിന് ഖബറിനും അങ്ങനെയല്ല. മുബത്തദിന് അല്ല് വേണം, ഖബറിന് അല്ല് കാണാൻ പറ്റൂല. അതാണ് ഒന്നാമത്തെ വ്യത്യാസം.
പിന്നെ മുബത്തതിനും ഹബറിനും അതിന്റെ അവസാനത്തെ അടയാളം എന്തായിരിക്കും? മുബത്തതിനും ലൊമ്മത്തും ഇതിന്റെ ഹബറിന് എന്തായിരിക്കും? തെൻവീനുള്ള ലൊമ്മത്തായിരിക്കും. പക്ഷെ നാമവും നാമവിശേഷണത്തിന് എന്തായിട്ട് മാറും? അതിന്റെ സാഹചര്യത്തിനനുസരിച്ച് എന്തായിട്ട് മാറും? അതിന്റെ അവസാനത്തെ അടയാളം മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഇപ്പൊ ഇവിടെ താജുൽ എന്നുള്ളത് ഒരു ലൊമ്മിന്റെ സ്ഥാനത്തായതുകൊണ്ട് എന്തായി? ഒനിയു എന്നുള്ളത് എന്തായി? ലൊമ്മത്തായി. ഇവിടെ താജുൽ എന്നുള്ളത് ലൊമ്മത്താവാൻ കാരണം എന്താണ്? അതൊന്ന് പറഞ്ഞേരി. അബ്ബാസുൻ താജുൻ ഒനിയൻ. ഇവിടെ താജുൽ എന്നുള്ളതിന് ലൊമ്മത്താവാൻ കാരണം എന്താണ്? അബ്ബാസും ഇത് താജിറുൻ ഒരു ഇതാണ് ഒരു കച്ചവടക്കാരൻ. ഇത് മനസ്സിലായവർക്ക് ഞാനിപ്പോ ഇതുവരെ പറഞ്ഞത് മനസ്സിലായി. ഈ താജുൽ എന്നുള്ളതിൽ ലൊമ്മ വരാൻ കാരണം എന്താ പറഞ്ഞവർക്ക് ഇത്രയും പാഠമൊക്കെ മനസ്സിലായി. അതൊന്ന് പറഞ്ഞേരി. താജുൽ എന്നുള്ളതിന് ലൊമ്മ വരാൻ കാരണം എന്താ? ഒന്ന് അർത്ഥം പറഞ്ഞു നോക്കി. കിട്ടാൻ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. ധനികനായ കച്ചവടക്കാരന് കെസറ് വരാൻ കാരണം നിങ്ങൾ ഒരാൾ പറഞ്ഞ് കെസറ് വരാൻ ഒരു കാരണവുമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അവിടെ ലൊമ്മത്ത് വരാൻ കാരണം എന്താണ്? അവിടെ നമ്മൾ അബ്ബാസുൻ അവിടെ വന്നില്ലേ? അബ്ബാസുൻ താജിറുൻ. ആ ഹബറാണ് താജിറുൻ അതാരാ പറഞ്ഞ ഹബറാണെന്നുള്ളത്? സീനത്ത്. അതാ പറഞ്ഞ സീനത്ത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് അർത്ഥം പറഞ്ഞു നോക്കാൻ. അപ്പൊ ഇവിടെ എന്താണ്? അബ്ബാസ് എന്താണ്? താജിറുൻ ഒനിയുൻ ധനികനായ കച്ചവടക്കാരനാകുന്നു. അപ്പൊ ഇവിടെ എന്താണ്? ഈ താജിർ എന്നുള്ളത് എന്താണ്? ഖബറാണ്. ഈ അബ്ബാസ് എന്നുള്ളത് എന്താണ്? മുബത്തത്. അതിന്റെ ഖബറാണ് എന്ത്? താജിർ. താജിർ. ഈ താജിർ എന്നുള്ളതിന്റെ വിശേഷനാണ് എന്ത്? ഒനിയൻ. ഒനിയൻ. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കണം. ഒന്നാമത് നിങ്ങൾ ഒന്നെങ്കിൽ കാണുമ്പോൾ മനസ്സിലായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായതിന്റെ അർത്ഥം എന്താ നോക്കാം. അപ്പൊ ഞാൻ നിങ്ങളോട് നേരത്തെ പാഠത്തിൽ പറഞ്ഞ് ഹബറിന് എപ്പോഴും ആകുന്നു എന്നുള്ള അർത്ഥം കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ അർത്ഥം പറയുമ്പോൾ എന്താണ്? അബ്ബാസുൻ താജിറുൻ ഒനിയൻ. അബ്ബാസ് ധനികനായ കച്ചവടക്കാരനാകുന്നു. പിന്നെ ഒന്നാണ് ഇതെന്താണ്? ഒരു ഇസ്മ കൊണ്ട് തുടങ്ങിയ സെന്റൻസ് ആണ്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? ഒരു ഇസ്മ കൊണ്ട് തുടങ്ങുന്ന സെന്റൻസ് എന്താണ്? മുബത്തദ ആണ്. അപ്പൊ നേരത്തെ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നോമിനൽ അപ്പൊ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കണം കേട്ടോ. അബ്ബാസ്. അപ്പൊ നേരത്തെ പറഞ്ഞു ഇവിടെ കെസറ് വരാൻ കാരണമൊന്നും ഇല്ല, അതിനോണ്ട് ലൊമ്മത്താണ്. അല്ല, ഇവിടെ എന്താണ്? ഹബർ ആയതുകൊണ്ടാണ് ഇവിടെ ലൊമ്മത്ത് വന്നത്. അബ്ബാസുൻ താജിറുൻ ഒനിയൻ. അപ്പൊ ഇവിടെ താജിർ എന്നുള്ളതിന് അല്ലില്ല, അതിനെ കൊണ്ട് ഒനിയൻ എന്നുള്ളതിനും അല്ലില്ല. താജിർ എന്നുള്ളത് എന്താണ്? ഒരു ഏകവചനാണ്, അതിനോണ്ട് അതിന് നാമവിശേഷണം എന്തായി? ഏകവചനാണ്. താജിർ എന്നുള്ളത് എന്താണ്? ഒരു പുല്ലിംഗാണ്, അതുകൊണ്ട് ഒനിയൻ എന്നുള്ളത് ഒരു പുല്ലിംഗായിട്ട് മാറി. പിന്നെന്താ? താജിർ എന്നുള്ളതിന്റെ അവസാനം എന്താണ്? തെൻവീനുള്ള ലൊമ്മത്താണ്, അതുകൊണ്ട് അതിന് നാമവിശേഷണത്തിന് എന്തായി? തെൻവീനുള്ള ലൊമ്മത്തായി. ഓക്കെ. അതുപോലെ തന്നെയാണ് എന്ത്? ഹാമിദുൻ മുദരിസുൻ. ഹാമിദ് ഒരു അധ്യാപകനാകുന്നു. അപ്പൊ ഇവിടെ എന്താണ്? ഹാമിദ് എന്നുള്ളത് എന്താണ്? മുബത്തദ. അതിന്റെ മുദരിസുൻ. ഇനി അടുത്ത സെന്റൻസ് നോക്കി. ഹാമിദുൻ മുദരിസുൻ ജദീദുൻ. ഹാമിദ് പുതിയ അധ്യാപകനാകുന്നു. അപ്പൊ ഹാമിദ് എന്നുള്ളത് എന്താണ്? മുബത്തദ. മുദരിസ് എന്നുള്ളത് എന്താണ്? ഖബറും ആണ്. അതിന്റെ കൂടെ ഇത് എന്തും കൂടിയാണ്? മനൂദ് വിശേഷിക്കപ്പെട്ടതാണ്. എന്താണ് അതിന് വിശേഷിക്കപ്പെട്ടത്? ജദീദ് എന്നുള്ളത് എന്താണ്? മുദരിസ് എന്നുള്ളതിന്റെ നാമവിശേഷനാണ് എന്ത്? ജദീദ് എന്നുള്ളത്, അഥവാ നേരത്താണ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിക്കണേ. ഇവിടെ നോക്കി. ഇനി അല്ലുള്ളതിന് ഒരു ഉദാഹരണം മുബത്തദയിൽ. ഇവിടെ ഹാമിദ് എന്നുള്ളതിന് അല്ലില്ലാത്ത ഹാമിദ് എന്നുള്ളത് ഒരു ഇസ്മാണ്, ഒരു അലമാണ്, അതായത് ഒരാളെ പേരാണ് ഹാമിദ് എന്നുള്ള, അതിനോണ്ട് അലിഫ്ലാമില്ല. ഇവിടെ നോക്കി. അത്തുഫാഹു ഫാകിഹത്തുൻ ലദീദത്തുൻ. അപ്പൊ ഇവിടെ അത്തുഫാഹു ആപ്പിള് മധുരമുള്ള ഫ്രൂട്ട് ആകുന്നു. അപ്പൊ അവിടെ അത്തുഫാഹു ഇവിടെ എന്താണ്? ഒരു നോമിനൽ സെന്റൻസ് ആണ്, അഥവാ ഒരു ഇസ്മ കൊണ്ട് തുടങ്ങിയ സെന്റൻസ് ആണ്. ഇതെന്താണ്? മുബത്തദ ആണ്. പിന്നെ ഖബറാണ്.
നാത്ത് ലതീദത്തിന് മനുവത്തല്ല, ലതീദ് ഫാക്കിഹത്താണ് മനുവത്ത്. വിശേഷിക്കപ്പെട്ടത്. ആ ഫാക്കിഹത്ത് ലതീദ് നാത്ത് നാത്ത്. നാത്ത്. അപ്പൊ ഇവിടെ എന്താണ് ഫാക്കിഹത്ത് എന്നുള്ളത് എന്താണ് ഒരു സ്ത്രീലിംഗം ആയതുകൊണ്ട് എന്തായി ലതീദത്ത് എന്നുള്ളത് എന്തായി സ്ത്രീലിംഗമായി. ഫാക്കിഹത്തുൻ ലതീദത്തുൻ. ഫാക്കിഹത്ത് പറഞ്ഞ ഫ്രൂട്ട് പഴം. പഴം. പഴം പറഞ്ഞാല് മറ്റേ പഴമല്ല, ബനാന അല്ല, ഫ്രൂട്ട്. ആപ്പിള്. ഫ്രൂട്ട്. ബനാന മൗസല്ലേ? അപ്പൊ ഇവിടെ അല്ലില്ലാത്തതിന് കൊണ്ട് ഇതിനും അല്ലില്ല. ഇത് മുഅന്നസ് ആയതുകൊണ്ട് ഇത് മുഅന്നസായി. ഇതിന്റെ അവസാനം എന്താണ് തെൻവീനുള്ള ലമ്മത്തായതുകൊണ്ട് ഇതിനും തെൻവീനുള്ള ലമ്മത്തായി. പിന്നെന്താണ് ഇത് ഏകവചനാണ്, ഇത് ഏകവചനം. അപ്പൊ എല്ലാ കാര്യത്തിലും എന്ത് ചെയ്ത് യോജിച്ചത്. അതാണ് പറഞ്ഞത് നമ്മള് നാമോ നാമവിശേഷം നോക്കുമ്പോ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോ ഈ 4 കാര്യത്തിൽ യോജിച്ചതാവണം. പിന്നെ ഇതിൽ അടുത്ത പറയാനുള്ളത് നമ്മള് പറഞ്ഞ് ഈ നാമോ നാമവിശേഷം 4 കാര്യത്തിൽ യോജിച്ച് വരണം എന്നുള്ളത്. അപ്പൊ നമ്മൾക്ക് ഒരു ചില അഡ്ജക്റ്റീവ്സിന് അഥവാ ചില നാമവിശേഷണങ്ങൾക്ക് എന്തുണ്ടാവില്ല, അവസാനം തെൻവീനുള്ള നമ്മക്ക് ഉണ്ടാവില്ല. അതിന് ഉദാഹരണമാണ് എന്ത്, കെസ്ലാനോ. അവസാനം അപേക്ഷ മതി. അഡ്ജക്റ്റീവ്സിന് അഥവാ നാമവിശേഷം അവസാനം ആനെന്നുള്ളത്. ഇവിടെ കെസ്ലാനോ എന്ന് കണ്ടില്ല, ആനോ. ഇങ്ങനെ അവസാനം വരുന്നതിന് എന്തുണ്ടാവില്ല, തെൻവീൻ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ നോക്കി, മഹ്മൂദൻ താലിബുൻ വിദ്യാർത്ഥിനിയാകുന്നു. എങ്ങനത്തെ മടിയനായ വിദ്യാർത്ഥിയാകുന്ന ആര്, മഹ്മൂദ്. അപ്പൊ ഇവിടെ തോലിബിന് എന്താണ് 2 ലമ്മത്താണ് വന്നത്, തെൻവീനുള്ള ലമ്മത്ത് വന്നത്. അപ്പൊ അതെന്നെ നാമവിശേഷണത്തിന് യോജിച്ച് വരുന്നത്. പക്ഷെ എന്താണ് ഇവിടെ ഒരു ലമ്മത്തുള്ളൂ. കാരണം എന്താണ് ഈ അഡ്ജക്റ്റീവിന് എന്തുണ്ടാവുള്ളൂ, ഒരു ലമ്മത്ത്, ഒരു ഇതുണ്ടാവുള്ളൂ, അല്ലാതെ തെൻവീൻ ഉണ്ടാവില്ല. അങ്ങനത്തെ കുറച്ച് നാമങ്ങളുണ്ട്. എന്ത്, കെസ്ലാനോ, ജൗ ആനോ, അത്തിഷാനോ, പിന്നെ ഒളുബാനോ, മൽആനോ. അത് അടിയിലുണ്ടോ നോക്കാം. അതാ ഈ അഡ്ജക്റ്റീവ്സിന്, ഈ നാമവിശേഷണങ്ങൾക്ക് എന്തുണ്ടാവില്ല, തെൻവീന് ഉണ്ടാവില്ല. കെസ്ലാനോ, ജൗ ആനോ, അത്തിഷാനോ, ഒളുബാനോ, മൽആനോ, ഇതിനൊന്നും എന്തുണ്ടാവില്ല, തെൻവീൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മള് ഇതിന്റെ നാമത്തിന് തെൻവീൻ ഉണ്ട്. എന്തുകൊണ്ട് തെൻവീൻ ഉണ്ടാവില്ല വെച്ചാൽ ഇതിനെന്താണ് ഈ അഡ്ജക്റ്റീവ്സിന് തെൻവീനും ഉണ്ടാവില്ല. അതാണ് കാരണം. അവസാനം ആനെന്ന് വരുന്ന അഡ്ജക്റ്റീവ്സിന് അഥവാ നാമവിശേഷണങ്ങൾക്ക് എന്തുണ്ടാവില്ല, തെൻവീനും ഉണ്ടാവില്ല. അപ്പൊ അതെന്തുകൊണ്ടാ യോജിക്കാത്ത നിങ്ങൾ ചോദിക്കേണ്ട, അതിനെന്തുണ്ടാവില്ല, തെൻവീനും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഇവിടെ ചോദിച്ചോട്ടെ, അൽ യൗമു എന്ന് പറഞ്ഞാൽ എന്താണ്, അൽ യൗമു ടുഡേ. അൽ അന്നേ യൗമു ദിവസം, അന്ന് ആ ഒരു ദിവസം. ദിവസം. അൽ യൗമ എന്ന് പറഞ്ഞാലോ, ഈ ദിവസം. ടുഡേ, ഈ ദിവസം. അത് ഞാൻ ഓർമ്മ ഉണ്ടോ നോക്കാൻ വേണ്ടി ചോദിച്ചാണ്. എങ്ങനെ? യൗമിനെ ലമ്മത്താണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം, അഥവാ യൗമെന്നില്ലേ ദിവസം, യൗമിന് അവസാനം ലമ്മത്താണെങ്കിൽ യൗമു എന്നാണെങ്കിൽ അത് ഏതെങ്കിലും ദിവസം, ദ. പക്ഷെ യൗമിന് ഫതഹത്താണെങ്കിൽ എന്താണ്, ടുഡേ, ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം യൗമ് പറഞ്ഞാല് ദ, ഏതെങ്കിലും ഒരു ഡേ. അതവിടെ ഉണ്ട്. അൽ യൗമു പറഞ്ഞിട്ടാണെങ്കിൽ ഒരു ദിവസം. അൽ യൗമ പറഞ്ഞാല് ടുഡേ, ഇന്നത്തെ ദിവസം. ഇതിലേതെങ്കിലും അർത്ഥം കിട്ടാറുണ്ടോ? ടുഡേ ഏതെങ്കിലും ഒരു ദിവസം. ഒരു ദിവസം അർത്ഥം കിട്ടാത്തുണ്ടോ നോക്കി. മൽആനോ പറഞ്ഞാൽ എന്താണ്, ഫുള്ള് നിറഞ്ഞതാ. വേറെ ഏതെങ്കിലും കിട്ടാത്തുണ്ടോ? ആംഗ്രി, ദേഷ്യം. ആന പറഞ്ഞാൽ എന്താണ്, ഹംഗ്രി, വിശക്കുന്നവൻ. അത്തിഷാന് പറഞ്ഞാൽ ദാഹിക്കുന്നവൻ.
കസ്ലാന് പറഞ്ഞാല് മടിയൻ. Nice. Okay. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തോളിയാ. ഇല്ലെങ്കിൽ അടുത്ത പാർട്ട് ബിയിലേക്ക് പോവാം. 9ാമത്തെ ചാപ്റ്ററിലെ പാർട്ട് ബി. ഇനി പാർട്ട് ബിയിലേക്ക് പോവാണെങ്കിൽ 9ാമത്തെ ചാപ്റ്ററിൽ പാർട്ട് ബിയിലേക്ക് പോവാണെങ്കിൽ ഇതിൽ പഠിക്കുന്നത് എന്താണ്? അല്ലദീ എന്നുള്ള പ്രയോഗമാണ്. അല്ലദീ പറഞ്ഞാൽ റിലേറ്റീവ് പ്രോനൗൺ. റിലേറ്റീവ് പ്രോനൗൺ പറഞ്ഞാൽ രണ്ട് ഫ്രേസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. അതായത് ഒരു ഫ്രേസും വേറൊരു ഫ്രേസ് തമ്മിൽ കണക്ട് ചെയ്യുന്നതിനാണ് പറയുന്നത് അല്ലദീ എന്നുള്ളത്. അല്ലദീ എന്നുള്ളത് എന്താണ്? അർത്ഥം എന്താണ്? അതായത് അതായതല്ല, യാതൊരുവൻ എന്നാണ് അർത്ഥം. അപ്പൊ യാതൊരുവൻ എന്നുള്ളത് എന്താണ്? ഏകവചനം പുല്ലിംഗം. ഏകവചനമാണ്. പിന്നെ എന്താണ്? പുല്ലിംഗവുമാണ്. എന്താ പറയാ അല്ലദീ എന്ന് പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ വൺ ഹു. ദ വൺ ഹു എന്നാണ് അർത്ഥം. പക്ഷെ അത് ഒരു മനുഷ്യനൊക്കെ ആണെങ്കിലാണ് ദ വൺ ഹു, യാതൊരുവൻ. അതൊരു ജീവനില്ലാത്ത സ്ഥാനമാണെങ്കിൽ പറയുന്നത്, ഒരു ജീവനില്ലാത്ത സാധനത്തിനാണ് പറയുന്നത്, അതിന്റെ അർത്ഥം എന്താവും? ദാറ്റ് എന്നായിട്ട് മാറും. ദാറ്റ് അല്ലെങ്കിൽ വിച്ച് എന്നുള്ള അർത്ഥമായിട്ട് മാറും. അതായത് ഒരു മനുഷ്യനാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അത് ദ വൺ ഹു എന്നായിട്ട് മാറും. അതൊരു ഒരു ആനിമലിനെയോ പിന്നെ ഒരു സാധനത്തിനെയോ ആണ് ഇതാക്കുന്നതെങ്കിൽ അത് വിച്ച് എന്നായിട്ട് അർത്ഥമായിട്ട് മാറും. വിച്ച്, ഏത്. നമ്മൾ സാധനത്തിന് അവനൊന്നും അറിയില്ലല്ലോ, അത് നിലപാട്. അപ്പൊ വിച്ച് എന്നുള്ള ഇംഗ്ലീഷില് ഈ വിച്ച് എന്നുള്ള അർത്ഥമായിട്ട് മാറും. അപ്പൊ ഇവിടെ നമുക്ക് അർത്ഥം നോക്കാം. ഇവിടെ എന്താണ്? റജുലു തൊവീലു ഉല്ലദീ ഖറജ അൽ ആന മിനൽ മദ്രസത്തി. അപ്പൊ ഇവിടെ ആ റജുലു തൊവീലു എന്നുള്ള ഈ ഫ്രേസും ഖറജ എന്നുള്ള ഈ ഫ്രേസും തമ്മിൽ കണക്ട് ചെയ്തത് എന്താണ്? അല്ലദിയാണ്. അപ്പൊ നമ്മൾ അർത്ഥം ചോദിക്കുമ്പോൾ അർത്ഥം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. മൻ ദാലിക റജുലു തൊവീലു, ആ നീളമുള്ള പുരുഷൻ ആരാണ്? അവിടെ അത് കഴിഞ്ഞു. പിന്നെ അത് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ലദി, യാതൊരുവൻ, ഖറജ പുറപ്പെട്ടവനായ യാതൊരുവൻ, അൽ ആന ഇപ്പോൾ, മിനൽ മദ്രസത്തി സ്കൂളിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടവനായ. ആ പുറപ്പെട്ടവനായ എന്നുള്ള അർത്ഥം കിട്ടുന്നില്ല. സ്കൂളിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടവനായ, എന്നിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാണ് ആ നീളമുള്ള പുരുഷൻ ആരാണ്. അപ്പൊ ഈ റജുലു തൊവീൽ എന്നുള്ള ഈ ഫ്രേസും ഖറജ എന്നുള്ള ഈ രണ്ടാമത്തെ ഫ്രേസ് കണക്ട് ചെയ്തത് എന്താണ്? അല്ലദീ എന്നാണ്. അല്ലദീ. അതിനോണ്ടാണ് ഇതിന് റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഓക്കെ. അല്ലദീ എന്നുള്ളാല് ഒരു രണ്ട് ഫ്രേസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് എന്ത്? അല്ലദീ എന്നുള്ളത്. അപ്പൊ അല്ലദീ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ഇംഗ്ലീഷിൽ ഒരു മനുഷ്യനാണ് അത് സൂചിപ്പിക്കുന്നെങ്കിൽ ഹൂ എന്നുള്ള അർത്ഥം വരും, ദ വൺ ഹൂ. ഇനി ഒരു മൃഗത്തെ ഒരു സാധനത്തെയാണ് അത് സൂചിപ്പിക്കുന്നതെങ്കിൽ അതിന് വിച്ച് എന്നുള്ള അർത്ഥം വരും. അടുത്ത സെന്റൻസ് നോക്കി. വമനിൽ വലത് സ്വഈറുല്ലദീ ഖറജ അൽ ആന മിനൽ ഫസിലി. വമനിൽ വലതു, ആ ചെറിയ കുട്ടി ആരാണ്? ചെറിയ കുട്ടി ആരാണ്? അല്ലദീ, യാതൊരുവൻ, ഖറജ അവൻ പുറപ്പെട്ടു, അൽ ആന ഇപ്പോൾ, മിനൽ ഫസിലി ക്ലാസ്സിൽ നിന്ന്. ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടവനായ ചെറിയ കുട്ടി ആരാണ്? അപ്പൊ ഇവിടെ വലത് സ്വഈർ എന്നുള്ള ഈ ഫ്രേസും ഖറജ എന്നുള്ള ഈ ഫ്രേസ് കണക്ട് ചെയ്തത് എന്തിനാണ്? ബന്ധിപ്പിച്ചത് എന്താണ്? അല്ലദീ എന്നുള്ള ഈ റിലേറ്റീവ് പ്രോനൗൺ ആണ് കണക്ട് ചെയ്തത്. അപ്പൊ അല്ലദീ എന്നുള്ളത് എന്താണ്? അതൊരു ഏകവചനാണ്, അതൊരു പുല്ലിംഗാണ്. പുല്ലിംഗത്തിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലദീ എന്ന് ഉപയോഗിക്കുക. ഇനി അടുത്തത് നിങ്ങൾക്ക് വേറെ ഒരു ഇതിന് ജീവനില്ലാത്തതിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ അൽ ബൈത്തുല്ലദി അമാമൽ മസ്ജിദി ലിൽ ഇമാമി.
അൽ ബൈത്ത് വീട്, അല്ലദി അമാമൽ മസ്ജിദ് പള്ളിയുടെ മുമ്പിലുള്ളതായ, പള്ളിയുടെ മുമ്പിലുള്ളതായ വീട്, ഉള്ളതായ എന്ന് പറയുന്നില്ലേ. അപ്പൊ അൽ ബൈത്തും അമാമൽ മസ്ജിദ് എന്നുള്ള ഈ രണ്ടും ഇത് ഫേസ് കണക്ട് ചെയ്തത് എന്താണ്? അല്ലദി എന്നുള്ളതാണ്. അല്ലദി ലിൽ ഇമാമി, ഇമാമിന്റേതാണ്. അപ്പൊ നമ്മള് പഠിച്ചു എന്ത് ലീ എന്നുള്ളത് ഒരു അല്ലിന്റെ കൂടെ ചേർന്ന് വരുമ്പോ എന്താവും? അതായത് നമ്മൾ പറഞ്ഞ ലി മുദീരി എന്ന് പറയാണ്. ലി മുദീരി പറഞ്ഞാല് ഹെഡ് മാസ്റ്ററിന്റേത്. ഹെഡ് മാസ്റ്റർ മുദീർ പറഞ്ഞാല് ഹെഡ് മാസ്റ്റർ, അതിന്റെ കൂടെ ലീന്ന് വരുമ്പോ എന്താണ്? ലി മുദീരി. പക്ഷെ ഹെഡ് മാസ്റ്റർ അൽ മുദീറിന്റെ കൂടെ ലീന്ന് വരുമ്പോഴോ ലിൽ മുദീരി. ലിൽ മുദീരി. പക്ഷെ അവിടെ എന്ത് മാറും? അല്ലിന്റെ അല്ല് അവിടെ മാറും. ഇവിടെ നോക്കി ലിൽ മുദീരി എന്നല്ല, ഇവിടെ ആ ലിൽ മുദീരി എന്നുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ ഇവിടെ എന്താവും? അല്ലിന്റെ കൂടെ ലീന്ന് ചേർന്ന് വരുമ്പോ എന്താവും? അല്ലിന്റെ എന്നുള്ളത് അവിടെ പോകും. അപ്പൊ ലിൽ മുദീരി എന്നാവും. ഇവിടെ ആ ലിൽ മുദീരി എന്നല്ല, ലിൽ മുദീരി എന്നാണ്. അപ്പൊ ഇവിടെ അൽ മുദീർ എന്നുള്ള വാക്കിന്റെ കൂടെ ലീ, അതായത് ലീ പറഞ്ഞാൽ എന്താ? ഒരു പൊസസീവ് ആണ്, ഒരാളുടെ ഉടമസ്ഥത പറയാൻ ഉപയോഗിക്കുന്ന ഒരു ഹർഫാണ് എന്ത്? ലീ എന്നുള്ളത്. അപ്പൊ ലീ എന്നുള്ളതിന്റെ കൂടെ അല്ല് എന്നുള്ളതിന്റെ ഒരു വാക്കിന്റെ കൂടെ ലീ ചേർന്ന് വരുമ്പോ അല്ലിന്റെ ഉള്ള അവിടെ പോകും. ആ ലിൽ മുദീരി എന്ന് പറയില്ല, ലിൽ മുദീറിനെ പറയുള്ളൂ. അൽ ഇമാം എന്നുള്ളത് ലിൽ ഇമാമി, അൽ ലിൽ ഇമാമി എന്ന് പറയില്ല, ലിൽ ഇമാമി. പിന്നെ ഇന്ത എന്നുള്ളതിന്റെ അർത്ഥം എന്താ? അടുത്ത്, അതായത് ഇന്ത അടുത്ത്, അഥവാ ഇംഗ്ലീഷിൽ പറയുമ്പോ വിത്ത് എന്നുള്ള അർത്ഥം. അപ്പൊ ഇന്ദക്ക് ശേഷം വരുന്നതിന് എന്താവും? കാരണം എന്താണ്? ഇലാഫത്ത് ആയതുകൊണ്ട്. അതായത് ഇന്ത്യയുടെ അർത്ഥം കിട്ടുന്നതാണ് ഇന്ത എന്നുള്ളത്. അപ്പൊ അതിന്റെ ശേഷം വരുന്നതിന് എന്ത് വരും? കസ്റത്ത് വരും. ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. 9ാമത്തേല് പാർട്ട് ബി. ലീന്ന് വരുമ്പോ അൽ മുദീരി എന്ന് പറയില്ല, ലിൽ മുദീരി എന്നേ പറയുള്ളൂ. ലിൽ മുദീരി. അതായത് അല്ലെന്നുള്ള അൽ എന്നുള്ള വാക്കിന്റെ കൂടെ ലീന്ന് ചേർന്ന് വരുമ്പോ അല്ലിലെ എന്നുള്ളത് അവിടെ പോകും, കളയും. അതായത് ലിൽ മുദീരി എന്നാകും. അല്ലെന്നുള്ളതിന്റെ അത് നിങ്ങൾക്ക് ഞാൻ നോട്ട്സ് തന്നിട്ടുണ്ടല്ലോ, ആ ഭാഗം ഞാൻ നോട്ട്സ് തന്നിട്ടുണ്ടല്ലോ. നോട്ട്സ് തരായിട്ടുണ്ടല്ലോ ഇപ്പൊ തോന്നുന്നു. അല്ല, PDF അയച്ചതില്ലല്ലോ, ഓരോ PDF അയച്ചിട്ടുണ്ടല്ലോ ചാപ്റ്ററിന്റെ. ഓപ്ഷനുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യില്ല PDF ഒന്നും? ഉണ്ട്, മറക്കും ടീച്ചറെ, നിങ്ങൾ മറവിയാണ്. എഴുതിയൊക്കെ വെച്ചിക്കണൊക്കെ, ഇതൊറ്റടിക്ക് നമുക്ക് ഓർമ്മ വരുന്നില്ലേ, അതല്ല ഇപ്പൊ പ്രശ്നം. സംഭവങ്ങളൊക്കെ അറിയാം, പക്ഷെ എങ്ങനെ എവിടെന്നൊക്കെ ഞാൻ കിട്ടണം. ഞാൻ പറഞ്ഞത് ഇവിടെ ഇനി വീട്ടിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ച് നോക്കാം, ചെറിയ ചെറിയ സെന്റൻസ് ഉണ്ടാക്കിയിട്ട് സംസാരിച്ച് നോക്കാം. എന്നിട്ട് അർത്ഥമൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ശരിയാവും. ശരിയോ? പിന്നെ 10ാമത്തെ എടുത്താലോ? 10ാമത്തെയും കൂടി എടുത്തിട്ട് നോക്കാം. 10ാമത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന പൊസസീവ് പ്രൊനൗൺസ്, അഥവാ ഒരു ഇസ്മിന്റെ കൂടെ ചേർന്ന് വരുന്ന സർവനാമങ്ങൾ. അത് ഏതൊക്കെയാണ്? നമ്മൾ ഏതൊക്കെ പഠിച്ചത്? ഇപ്പൊ കിതാബ് ആണെങ്കിൽ കിതാബുക, നിന്റെ ബുക്ക്. കിതാബുഹു, അവന്റെ ബുക്ക്. കിതാബുഹ, അവളുടെ ബുക്ക്. കിതാബി, എന്റെ ബുക്ക്. അപ്പൊ ഒരു ഇസ്മിന്റെ കൂടെ ചേർന്ന് വരുന്ന സർവനാമങ്ങളാണ് പഠിച്ചത്, അഥവാ പൊസസീവ് പ്രൊനൗൺസ്. ഓർമ്മയുണ്ട് ഇതൊക്കെ പഠിച്ചേ? അപ്പം ഒരു ഇസ്മിന്റെ കൂടെ, ഒരു നാമത്തിന്റെ കൂടെ ചേർന്ന് വരുന്ന സർവനാമങ്ങളാണ് ഇതിന്റെ കൂടെ പഠിക്കുന്നത്. അപ്പൊ കിതാബുക, നിന്റെ ബുക്ക്. കിതാബുഹു, അവന്റെ ബുക്ക്. കിതാബുഹ, അവളുടെ ബുക്ക്. കിതാബി, എന്റെ ബുക്ക്. ഇതൊക്കെ എന്താണ്? ഒരു ഇസ്മിന്റെ കൂടെ, ഒരു നാമത്തിന്റെ കൂടെ ചേർന്ന് വരുന്ന ലൊമീറുകളാണ്, സർവനാമങ്ങളാണ്. അപ്പൊ മസ്മുക്ക എന്ന് ചോദിച്ചാൽ എന്താണ് അർത്ഥം? മസ്മുക്ക, നിന്റെ പേര്.
നിന്റെ പേരെന്ത്? അപ്പൊ എന്താണ് നമ്മൾ അതിന്റെ ആൻസർ എന്താ പറയാ? ഇസ്മി. ഇസ്മി. ഇസ്മി നിങ്ങളെ പേര് പറയാം. മൈ നെയിം ഈസ്. ഇസ്മി നിങ്ങളെ പേര് ഷൈനി. പറയാം. ഇസ്മി ഷഫ്ല. എന്റെ പേര് ഷഫ്ലാണ്. അപ്പൊ നിങ്ങളെ പേര് പറയാം. അപ്പൊ ഇനി ഒരു ഗേളിനോടാണെങ്കിലോ ചോദിക്കുന്നത്, ഒരു സ്ത്രീനോടാണെങ്കിലോ ചോദിക്കുന്നത്? നസ്മുക്കി. നസ്മുക്കി എന്ന്. നസ്മുക്കി, നിന്റെ പേരെന്താണ്? അപ്പോഴെന്താ പറയണ്ടേ? ഇസ്മി, നിങ്ങളെ പേര് പറയാം. അപ്പൊ ഒരു ഇസ്മിന്റെ കൂടെ അല്ലെ ടീച്ചറെ ലൊമീർ എന്നല്ലേ പറയാ സർവനാമം? സർവനാമത്തിന് ലൊമീർ എന്നാ പറയാം. അതൊക്കെയാണ് എനിക്ക് കിട്ടാത്തത്. അതൊന്നും നിന്റെ തൊള്ളിയിൽ തന്നെ വരൂല. നിങ്ങള് സർവനാമം പറഞ്ഞാൽ മതി, ലൊമീർ പറയണ്ട. സർവനാമം. ഇതൊക്കെ എന്താണ്? ഈ സർവനാമങ്ങളൊക്കെ എന്തിന്റെ കൂടെ വരുന്നതാണ്? നൗണിന്റെ കൂടെ ചേർന്ന് വരുന്നതാണ്. ഇതൊന്നും എന്തേ വരില്ല? ഒരു ക്രിയന്റെ കൂടെ ചേർന്ന് വരില്ല. ഫഅലഹു എന്നൊന്നും പറയില്ല. ഫഅലഹു അങ്ങനെ ഒന്നും പറയില്ല. ഫഅല എന്ന് പറഞ്ഞാൽ അവൻ പ്രവർത്തിച്ചു. അപ്പൊ ഫഅലഹു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇല്ല. പിന്നെന്താ പറയാ? അവൻ പ്രവർത്തിച്ചു എന്നുള്ളതിന് എന്താ പറയാ? ഫഅല എന്ന് പറയാം. ഫഅല. അവൻ പ്രവർത്തിച്ചു. അപ്പൊ ഈ കാഫ്, ഹു, ഹ, യ ഇതൊക്കെ എന്താണ്? ഈ ചേർന്ന് വരുന്ന സർവനാമങ്ങളൊക്കെ എന്താണ്? ഒരു ഇസ്മിന്റെ കൂടെ മാത്രം ചേർന്ന് വരുന്നതാണ്. അത് ഒരു ക്രിയന്റെ കൂടെ ചേർന്ന് വരില്ല ഒരിക്കലും. ഇസ്മിന്റെ കൂടെ അല്ലെ? ഇസ്മിന്റെ കൂടെ ചേർന്ന് വരുന്നതാണ്. അപ്പൊ നമ്മൾ പഠിച്ച് കിതാബുക, കിതാബുഹു എന്നൊക്കെ പഠിച്ച്. ഇനി ഇതിന്റെ വ്യത്യാസം നമ്മൾ പറഞ്ഞ ഇതൊക്കെ എന്താണ്? ഒരു ഇസ്മിന്റെ കൂടെ ചേർന്ന് വരുന്നത്. അപ്പൊ അതിന്റെ രണ്ട് ഇസ്മിന്റെ വേറെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞാൽ എന്ത്? അബുൻ, അഹുൻ. ഈ സർവനാമങ്ങളുടെ കൂടെ ഈ നാമങ്ങളുടെ കൂടെ ഈ സർവനാമം ചേർന്ന് വരുമ്പോ അതിന് എന്ത് വരും? ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണ്? വാവ് വരും. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒന്ന് ഒരു എക്സ്ട്രാ വാവ് വരും. അതായത് നിന്റെ സഹോദരൻ എന്നുള്ളതിന് എങ്ങനെ പറയാം? നിന്റെ സഹോദരൻ. അഹൂക്ക. അഹൂക്ക. അപ്പൊ അഹുന്ന് കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രാ വാവ് വരുന്നില്ല അവിടെ? അതാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോ നിന്റെ ബുക്ക് എന്നുള്ളതിന് എങ്ങനെ പറയാം? നിന്റെ ബുക്ക്. കിതാബുക. കിതാബ് എന്നുള്ളതാണ് ഒരു പുസ്തകം. അതിന്റെ കൂടെ എന്നുള്ള ചേർത്തിയാൽ കിതാബ്. ആ വേർഡിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. ഇല്ല. കിതാബുക, നിന്റെ പുസ്തകം. അതിൽ ആ വേർഡിൽ ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നില്ല. പക്ഷെ അതിന് രണ്ട് ഇസ്മുകളുടെ എക്സ്ട്രാ വേറെ പറയാൻ മാറ്റമുള്ളത് ഈ സർവനാമങ്ങൾ ചേർന്ന് വരുമ്പോ എന്ത് ചെയ്യും? അബുൻ എന്ന വാക്കിന് ഇസ്മുൻ എന്ന അബുൻ എന്ന വാക്കിനും അഹുൻ എന്ന വാക്കിന് ഒരു എക്സ്ട്രാ വാവ് വരും. അഥവാ നിന്റെ സഹോദരൻ എന്ന് പറയുമ്പോ അഹുൻ എന്ന വാക്ക് കഴിഞ്ഞിട്ട് എന്ത് വരും? ഒരു എക്സ്ട്രാ വാവ് കഴിഞ്ഞിട്ടാണ് എന്ത് വരാം? അതിന്റെ സർവനാമം വരാം. നിന്റെ സഹോദരൻ അഹൂക്ക, നിന്റെ ഉപ്പ അബൂക്ക. അപ്പൊ അബുൻ എന്ന വാക്ക് വന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒരു എക്സ്ട്രാ വാവ് വന്നു. അബൂക്ക, നിന്റെ ഉപ്പ. പിന്നെ അവന്റെ ഉപ്പ അബൂഹു, അവന്റെ ഉപ്പ, അവന്റെ സഹോദരൻ അബൂഹു, അവന്റെ സഹോദരൻ. ഓക്കെ. ഇത് ഈ രണ്ട് നാമത്തിൽ ഇപ്പൊ പഠിക്കുന്ന ഈ രണ്ട് നാമത്തിലുള്ള മാത്രം വ്യത്യാസങ്ങളാണ് പറയുന്നത്. ഈ രണ്ട് നാമത്തിലും ഈ സർവനാമം അഥവാ ഈ പൊസസീവ് പ്രോനൗണിന്റെ സർവനാമം ചേർന്ന് വരുമ്പോ എന്താവും? ഒരു എക്സ്ട്രാ വാവ് എന്ത് വരും? ഏതിലൊഴികെ? ഏത് സർവനാമത്തിലൊഴികെ? യായിലൊഴികെ. അഥവാ എന്റെ ഉപ്പ, എന്റെ സഹോദരൻ, അബീന്ന് പറയുന്നതിലൊഴികെ ബാക്കി എല്ലാ സർവനാമം ചേർന്ന് വരുമ്പോ എന്ത് വരും? ഒരു എക്സ്ട്രാ വാവ് വരും. അപ്പൊ നമ്മള് പറഞ്ഞു എന്റെ ഉപ്പ എന്നുള്ളതിന് എന്താ പറയാ? എന്റെ ഉപ്പ. അബി, എന്റെ സഹോദരൻ. അവിടെ ഒരു എക്സ്ട്രാ എന്തെങ്കിലും വരുന്നുണ്ടോ? ആ വാക്കിൽ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും വരുന്നുണ്ടോ? യാന്നുള്ള സർവനാമം ചേർന്ന് അത് എന്റേത് അർത്ഥം കിട്ടാൻ അല്ലാതെ എക്സ്ട്രാ വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ ആ വേർഡില്? ഇല്ല. അപ്പൊ ഈ ഇതിലൊഴികെ, അതായത് എന്റേന്നുള്ള ഒഴികെ ബാക്കി എല്ലാ സർവനാമം ഈ അബുൻ അഹുൻ എന്ന വാക്കിന്റെ കൂടെ വരുമ്പോ ഒരു എക്സ്ട്രാ വാവ് എന്ത് വരും? അവിടെ ചേർന്ന് വരും. ഓക്കെ. അതേപോലെ തന്നെയാണ് എന്ത്? നമ്മളിപ്പോ മുഹമ്മദിന്റെ ഉപ്പ എന്ന് എങ്ങനെ പറയാം? മുഹമ്മദിന്റെ ഉപ്പ. മുഹമ്മദിന്റെ ഉപ്പ അല്ലെ? ഒന്ന് പറഞ്ഞരി, അർത്ഥം അറബിയിൽ പറഞ്ഞതി. അബു മുഹമ്മദ്. നല്ലോണം കൃത്യമായിട്ട് പറഞ്ഞു, നല്ലോണം പ്രൊനൗൺസ് ചെയ്തിട്ട്. അബു മുഹമ്മദിൻ ആണോ?
അതെ. ഒരാൾ അബു മുഹമ്മദിന് പറഞ്ഞു. ഇനി അടുത്ത ആൾ ആരാണ്? കൃത്യമായിട്ട് പ്രൊനൗൺസ് ചെയ്യണേ. ഷാഹിന എന്ന് പറഞ്ഞു നോക്കി. ഷാഹിന. അബൂ മുഹമ്മദ്. ആ അബു മുഹമ്മദ്. മുഹമ്മദ്. ലാസ്റ്റത്തെ പറഞ്ഞത്, ലാസ്റ്റത്തെ പ്രൊനൗൺസിയേഷൻ. മുഹമ്മദ്. മുഹമ്മദുൻ. മുഹമ്മദുന്നാണ്. മുഹമ്മദുൻ. മുഹമ്മദുൻ. ഞാൻ ഷാഹിനോട് അനുസരിച്ച് ചോദിക്കുന്നത്. അപ്പൊ ഒരു മാത്രം പറയാം. മുഹമ്മദുന്നാണ്. അബു മുഹമ്മദുന്നാണ്. അബൂ മുഹമ്മദ്. അപ്പൊ ഞാൻ പറഞ്ഞതിന് മലയാളം എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിന് മലയാളം എന്ന് പറഞ്ഞത്. ഞാൻ ഇപ്പൊ എന്താ നിങ്ങളോട് എന്തിനാ അറബിയ പറയാൻ പറഞ്ഞ? ഉപ്പാന്നല്ലേ പറഞ്ഞേ? ആ മുഹമ്മദിന്റെ ഒപ്പം അവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പൊ ഇലാഫ്. ഇലാഫത്ത് വരുമ്പോ അതിന്റെ മുലാഫിലേക്ക് എന്ത് വരുന്ന? കസ്റത്ത് വരണ്ടേ? ആ ഞാൻ അങ്ങനെ ചോദിക്കല്ലേ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ. നല്ല ടീച്ചർ അറിയാൻ വേണ്ടി അപ്പൊ കസ്റത്താണ് വരാ. അപ്പൊ എന്ത് പറയണം? അപ്പൊ എന്താ അങ്ങനെ പറയേണ്ടത്? അബൂ മുഹമ്മദിൻ. അപ്പൊ ഞാൻ ചോദിച്ചത് ഇപ്പൊ അതല്ല. നമ്മൾ അബൂ മുഹമ്മദിന് പറയുമ്പോ അബൂ മുഹമ്മദിൻ എന്നാണ് പറയേണ്ടത്, അബൂ മുഹമ്മദിൻ എന്നാണ് പറയേണ്ടത്? അബൂ മുഹമ്മദിൻ. അബുന്ന് കഴിഞ്ഞിട്ട് ഊന്ന് നീട്ടാനുണ്ടോ ഇല്ല? അതാണ് ഞാൻ ചോദിക്കുന്നത്. വേണ്ട. ഇല്ലേ? വേണ്ട. വേണം, നീട്ടണം. അതാണ് പറഞ്ഞത്. അതായത് മുഹമ്മദിന്റെ ഉപ്പ എന്ന് പറയുമ്പോ അബൂ മുഹമ്മദ് എന്നാ പറയുന്നത്, അല്ലാതെ അബു മുഹമ്മദ് എന്നല്ല പറയേണ്ടത്. അബൂ അബൂ മുഹമ്മദിൻ. മുഹമ്മദ് പറയുമ്പോ ഒരു എക്സ്ട്രാ വാവ് വേണം. അബൂ മുഹമ്മദിൻ, മുഹമ്മദിന്റെ ഉപ്പ. അഥവാ ഈ നിങ്ങളെ ഇപ്പൊ ഇവിടെ നോക്കി അയിന അബൂക്കാനില്ലേ ഇവിടെ ഈ സെന്റൻസ് അയിന അബൂക്ക. അതിൽ ഈ അബൂന്ന് കണ്ടില്ലേ? ഈ കാന്നൊക്കെ ഒഴിവാക്കിക്കൊണ്ടിട്ടോ, ഈ കാന്നൊക്കെ. അപ്പൊ ഈ അബൂ എന്നുള്ളത് എങ്ങനെയാണ് ഇത്? അതുപോലെയാണ് എഴുതേണ്ടത്. അബൂ മുഹമ്മദിൻ, മുഹമ്മദിന്റെ ഉപ്പ. ഓക്കെ. സർവനാമം മാത്രല്ല. അബൂ മുഹമ്മദിന് അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? അബൂ മുഹമ്മദ് അങ്ങനെ പറയുമ്പോ എന്താ വേണം? വാ കഴിഞ്ഞിട്ട് എന്താണ്? നീട്ടാനുള്ള വാവ് വേണം. അബൂ മുഹമ്മദ് എന്നാണ് പറയുന്നത്. പക്ഷെ അതേപോലെ മുഹമ്മദിന്റെ സഹോദരൻ അബൂ മുഹമ്മദിൻ, മുഹമ്മദിന്റെ സഹോദരൻ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഈ വാവ് കഴിഞ്ഞാൽ ഒരു അലിഫ് ഇടണോ? ചിലയിൽ അലിഫ് നമ്മൾ കാണാം. അവിടെ ഇടണോ? വേണ്ട, അവിടെ അലിഫ് ഇടരുത്. അബൂ മുഹമ്മദിൻ പറഞ്ഞാൽ മതി. അവിടെ ഒരു എക്സ്ട്രാ അലിഫ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. മറ്റേലിടൂലേ? നമ്മള് അതിലിടും, ക്രിയയിലിടൂലേ? ഞാൻ ഇസ്മിന്റെതാണ് പറയുന്നത്. അല്ല ഇസ്മിന്റെ ആണ് പറയുന്നത്. ഇപ്പൊ ക്രിയന്റേത് പിന്നെ പഠിക്കുമ്പോ പറയാം. ഇപ്പൊ ഇസ്മിന്റെ അല്ലേ പറയുന്നത്. മുഹമ്മദിന്റെ ഉപ്പ. പിന്നെ ഇവിടെ നമ്മൾ ഇന്താന്നുള്ളത് പഠിച്ചില്ല. ഇന്താന്നുള്ളത് എന്താണ്? അടുത്ത്. അടുത്ത്, വിത്ത് എന്നുള്ള അർത്ഥമാണ് അത്. അപ്പൊ നമ്മള് എന്റെ അടുത്ത് എനിക്ക് നാവുണ്ട് എങ്ങനെ പറയാ? എനിക്ക് നാവുണ്ട്. ഇന്തി. ലിസാനി. ഒരാള് പറയണേ. ഫസ്റ്റ് ഒന്ന് പറയാ, കേട്ടില്ല. ലിസാനി അറിയുമ്പോ തന്നെ എനിക്കുണ്ട് നാവുണ്ടായില്ലേ? ലിസാനി പറഞ്ഞാല് എന്റെ നാവ്. അപ്പൊ എന്റെ നാവ്. അപ്പൊ എനിക്ക് നാവുണ്ട് അല്ലേ? എനിക്ക് നാവുണ്ട് എങ്ങനെ പറയാ? എനിക്ക് നാവുണ്ട് അല്ലേ? അതാണ് പറഞ്ഞത്. ഇപ്പൊ സഹറുദ്ദീൻ അല്ലേ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ലിലി. ലീ ലിസാനിന്നാണോ അല്ലെങ്കിൽ ഇന്ദി ലിസാനിന്നാണോ പറയാ? ലീ ലിസാനി പറഞ്ഞ പോരെ? അങ്ങനെ പോരാന്നല്ല, ഏതാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് ജീവനുള്ളതായതുകൊണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ഇന്ത്യന്ന് അർത്ഥം പറയുമ്പോഴും ലീന്ന് അർത്ഥം പറയുമ്പോഴും സെയിം ആണ് മീനിങ്. ലീ പറഞ്ഞാലും എനിക്കുണ്ട്, ഇന്ത്യ പറഞ്ഞാലും എനിക്കുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ വ്യത്യാസം എന്താന്ന് വെച്ചാല് ഇന്ത്യ എന്ന് പറയുന്ന ഗുണമാണ് പറയേണ്ടത്. ജീവനില്ലാത്ത ചെയ്യാൻ പറ്റാ, സെപ്പറേറ്റ് ചെയ്യാൻ, വേർപ്പെടുത്താൻ പറ്റുന്ന കാര്യത്തിന് ഇന്ത്യ എന്ന് പറയാം. ഇല്ലീന്ന് പറയുന്ന എന്തിന്റെ കൂടാണ്? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കൂടാണ് പറയാം. സെപ്പറേറ്റ് ചെയ്യാൻ നമുക്കത് വേർപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ അഹുൻ നമ്മളെ അതായത് മനുഷ്യവർഗങ്ങളൊക്കെ എന്താണ്? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ? അതായത് മനുഷ്യവർഗങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ?
വേർപ്പെടുത്താൻ പറ്റുന്നതാണോ? ക്ലിയർ ആയില്ല. അതായത് അതായത് ഇന്ത്യയും ലീ തമ്മിലുള്ള വ്യത്യാസമാണ് അത് എവിടത്തെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ ലീന്റെ അർത്ഥം ഇന്ത്യന്റെ അർത്ഥം ഒന്നാണ്, സെയിം അല്ലേ? എനിക്കുണ്ട് എന്നാണ് അർത്ഥം. ഇന്ത്യ പറഞ്ഞാല് എനിക്കുണ്ട്, ലീ പറഞ്ഞാല് എനിക്കുണ്ട് എന്നാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ലീ അഹുൻ എന്നാണ് പറയേണ്ടത്, ഇന്ത്യ അഹുൻ എന്നാണോ പറയേണ്ടത്, ഇന്ത്യ അഹുൻ എന്നാണോ പറയേണ്ടത്, അല്ലെങ്കിൽ ലീ അഹുൻ എന്നാണോ പറയേണ്ടത്? കാരണം എന്താണ്? അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പറ്റാത്തത്. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് മനുഷ്യവർഗങ്ങളൊക്കെ നമുക്ക് വേർപ്പെടുത്താൻ പറ്റുന്നതാണ്. ആ മനുഷ്യവർഗങ്ങളെ ബന്ധങ്ങൾ വേർപ്പെടുത്താൻ പറ്റുന്നതാണ്. അല്ല. അല്ല. നമ്മളെ ശരീരത്തിലുള്ള അവയവങ്ങളെ വേർപ്പെടുത്താൻ പറ്റുന്നതാണ്. അല്ല. അല്ല. അപ്പൊ അങ്ങനെ വേർപ്പെടുത്താൻ പറ്റാത്ത സാധനത്തിന് കൂടാണ് എന്ത് ലീന്ന് ഉപയോഗിക്കുക. അതായത് നമ്മളെ മനുഷ്യവർഗത്തിനൊക്കെ പറയുമ്പോൾ എന്താ പറയുന്നത്? ലീ അഹുൻ. നമ്മളെ മനുഷ്യവർഗങ്ങളെ പറ്റിട്ട് പറയുമ്പോൾ ലീ അഹുൻ, ലീ ഫമുൻ അങ്ങനെയാണ് പറയേണ്ടത്. നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ കൂടെയാണ് എന്തോ പറയേണ്ടത്? ഇന്ത്യ എന്ന് പറയേണ്ടത്. അതായത് ഇന്ത്യ കലമുൻ, എന്റെ അടുത്ത് പേനയുണ്ട്. പേനൊക്കെ എന്താണ്? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്ത്യ കലമുൻ, ഇന്ത്യ കിതാബ്, എന്റെ അടുത്ത് ബുക്ക് ഉണ്ട്, എന്റെ അടുത്ത് പേനയും ഉണ്ട്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ കൂടെയാണ് എന്തോ ഉപയോഗിക്കുക? ഇന്ത്യന്ന് ഉപയോഗിക്കുക. ലീ എന്നുള്ളത് എന്താണ്? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കൂടെ. അഥവാ മനുഷ്യവർഗങ്ങളെ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ പറയുമ്പോഴൊക്കെ എന്താ ഉപയോഗിക്കുന്നത്? ലീ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇന്ത്യ ഫമുൻ, ഇന്ത്യ അഹുൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? തെറ്റാണ്. നമ്മൾ ലീ അഹുൻ, ലീ ഫമുൻ എന്നാണ് പറയേണ്ടത്. ഓക്കെ. അപ്പൊ എനിക്ക് നാവും എന്നുള്ളത് ലീ ഫമു, എനിക്ക് നാവുണ്ട്. ലീ ലിസാന്, എനിക്ക് നാവുണ്ട്. ഇനി അടുത്തത് ഇതിൽ പഠിക്കാൻ പോകുന്നത് നമ്മൾ എന്ത് പഠിച്ചത്? ദഹബ എന്നുള്ള ക്രിയ പഠിച്ചത്. ദഹബ എന്നുള്ളത് എന്താണ്? അവൻ പോയി. ജലസ എന്നുള്ളത് അവൻ ഇരുന്നു. ഹരജ എന്നുള്ളത് അവൻ പുറപ്പെട്ടു. മറ്റു രൂപങ്ങളാണ് പറയുന്നത്. നീ പോയി എന്നുള്ളതിന് എന്താ പറയാ? ദഹബ്ത, ദഹബ്ത, ദഹബ്ത. നീ ഇരുന്നു. ജലസ്ത, നീ പുറപ്പെട്ടു. ഹരജ്ത, ഹരജ്ത. ഇതാണ് പറയുന്നത്. നീ ഞാൻ പോയി എന്നുള്ളതിന് എന്താ പറയാ? അനദഹബ്തു അനദഹബ്തു അല്ല, ദഹബ്തു. ഞാൻ പുറപ്പെട്ടു. ഹരജ്ത പറഞ്ഞാല് നീ പുറപ്പെട്ടു. ഞാൻ പുറപ്പെട്ടു പറഞ്ഞാൽ ഹരജ്തു. ഞാൻ ഇരുന്നു. ഞാൻ ഇരുന്നു ജലസ്തു. പിന്നെ നമ്മൾ ഈ ഭാഗത്ത് മറ്റു ഒരു കാര്യം കൂടി പഠിച്ചു. നമ്മൾ എന്ത് പറഞ്ഞു? ഫീമെയിൽ പ്രോപ്പർ നൗണിന് എന്തുണ്ടാവില്ല? തെന്മീന് ഉണ്ടാവൂല. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ട്. മെയിൽ പ്രോപ്പർ നൗണിന് അവസാനം താ ഉള്ളതിന് എന്തുണ്ടാവില്ല? തെന്മീന് ഉണ്ടാവൂല. അഥവാ നമ്മൾ പറഞ്ഞ ഈ റൗണ്ട് താ ഉണ്ടല്ലോ, താ മർബൂത്ത. ഈ താ മർബൂത്ത നമ്മൾ പറഞ്ഞ സ്ത്രീലിംഗത്തിന്റെ അടയാളമാണെന്നുള്ളത്. പക്ഷെ അതെന്ത് വരും? ആ താ മർബൂത്ത റൗണ്ട് താ ചില ആണുങ്ങളെ കൂടെ വരും. അപ്പൊ ആ ആണുങ്ങളെ കൂടെ വരുമ്പോ ഈ താ വരുമ്പോ എന്ത് പറ്റൂല? തെന്മീന് പറ്റൂല. അപ്പൊ മുആവിയത്തു ഉസാമത്തു എന്നാണ് പറയുന്നത്. അല്ലാതെ മുആവിയത്തു ഉസാമത്തു എന്നല്ല പറയേണ്ടത്. ഉസാമത്തു മുആവിയത്തു ഇതൊക്കെ മെയിൽ പ്രോപ്പർ നൗണാണ്. പക്ഷെ അതിന്റെ അവസാനം സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന താ ഉണ്ടായതുകൊണ്ട് എന്ത് പറ്റൂല? തെന്മീന് പറ്റൂല. പിന്നെ നമ്മള് പഠിച്ച് മാ എന്നുള്ളതിന് എന്താ പറയാ? മാ എന്താണെന്നുള്ളതാണ് അർത്ഥം. പക്ഷെ മാ എന്നുള്ളത് എന്തായിട്ട് ഉപയോഗിക്കും? നെഗറ്റീവ് ആയിട്ട് ഉപയോഗിക്കും. അഥവാ എന്റെ അടുത്ത് ഇല്ല എന്നുള്ളതിന് പറഞ്ഞാൽ എന്ത് ഉപയോഗിക്കും? മാന്ന് നെഗറ്റീവ് ആയിട്ട് ഉപയോഗിക്കും. ഇവിടെ നോക്കി, ആ എന്തൊക്കെ ചെയ്യാറത്ത് നിന്റെ അടുക്കൽ എന്തുണ്ടോ? കാറുണ്ടോ? അപ്പൊ എന്താണ്? ഇല്ല. മാ എന്ത് ചെയ്യാറത്ത്. അതൊന്നും കൂടി നെഗറ്റീവ് ആക്കണത്. ഇല്ല ഒരിക്കലും നെഗറ്റീവ് ആക്കില്ല. ഒന്നും കൂടി നെഗറ്റീവ് ആക്കണത്. മാ ഇന്ത്യ ചെയ്യാറത്ത്, എന്റെ അടുത്ത് എന്തില്ല? കാറില്ല. അപ്പൊ മാ എന്നുള്ളതിന് വാട്ട് എന്നുള്ള അർത്ഥമുണ്ട്. പിന്നെ ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കാൻ എന്ത് ഉപയോഗിക്കും? ഉപയോഗിക്കും. എന്റെ അടുത്ത് കാറില്ല. ഐ ഡോണ്ട് ഹാവ് എ കാർ. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ 10th ചാപ്റ്റർ വരാൻ അടുത്തത് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ.
ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഉം. നിർത്തല്ലേ? ഓക്കെ. അടുത്തയിലേക്ക് നല്ലോണം പഠിച്ചു വരാം കേട്ടോ. ഞാൻ മുമ്പത്തെ ഖബറും മനൂത്തൊക്കെ വീണ്ടും ചോദിക്കാം, അപ്പൊ കൺഫ്യൂഷൻ ആവരുത്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി റബ്ബനാ ഫിദ്ദുനിയ വഅലൈക്കും അസ്സലാം.